കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ രാത്രിയിൽ വീണ്ടും ദൈവവചന പഠനത്തിനായി നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ സംഗമിപ്പാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്ന അനുഗ്രഹീതമായ നല്ല സമയത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. നിഖിൽ പാസ്റ്റർ ഉണ്ടല്ലോ, പ്രത്യേക സ്തോത്രം വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ നമ്മൾ ഒരുമിച്ചുള്ള സംഗമം നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാകുവാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ദിവസത്തിലായിരിക്കാം. ഏത് സമയത്താണ് ദൈവാത്മാവ് പ്രവർത്തിക്കുക, ഏത് നിലയിലാണ് പ്രവർത്തിക്കുക എന്ന് നമുക്ക് ഒരിക്കലും ഒരു മുൻധാരണയിൽ നിൽക്കാൻ കഴിയുകയില്ല. കഴിഞ്ഞ പകലും രാത്രി ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ഓർപ്പിച്ചതുപോലെ ചൊവ്വാഴ്ച രാത്രി കൊണ്ട് നമ്മൾ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 6 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇന്ന് രാത്രി നമ്മൾ 7ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് എന്നോട് പറഞ്ഞതനുസരിച്ചാണ് ഞാൻ മത്തായിയുടെ സുവിശേഷം 16-17 അധ്യായങ്ങൾ ചർച്ച പഠിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പം ദൈവരാജ്യത്തിൻ്റെ അവസ്ഥകളിലൂടെ വെളിപ്പാടിൽ വളരുന്നവരുടെ മേലാണ് മത്തായി 16-17 അധ്യായം തുറക്കുന്നത്. അപ്പം അവിടെ നമ്മൾ പഠിച്ച ഭാഗങ്ങളുണ്ട്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഒടുവിൽ കർത്താവ് താൻ സമർപ്പിതനായി മരിക്കാൻ പോകുന്നു, തൊട്ടു താഴെയാണ് മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ ഈ നിൽക്കുകളിലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു. അപ്പം ഞാൻ ഈ വാക്യം നമ്മൾ നാളെ തൊട്ട് നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിൽ ഈ ഭാഗം നമ്മൾ ധ്യാനിക്കാനായിട്ട് സാധ്യതയുണ്ട്. വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ ദിവസത്തിൽ ഇരിക്കുക. വലിയത് ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. കാരണം കർത്താവിന് നമ്മെ ഓരോരുത്തരെയും ആ തലത്തിലേക്ക് പണിയേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തുള്ള ഒരു ചർച്ചിൽ നടന്നൊരു മീറ്റിങ്ങിലാണ് പ്രസംഗിക്കാൻ വേണ്ടി പോയത്. ഞാൻ ഗസ്റ്റായിട്ട് പ്രസംഗിക്കാൻ പോയതിൽ ഏറ്റവും കുറച്ച് ആളുകളെ ഞാൻ കണ്ട ചർച്ച അതാണ്. കാരണം അവിടെ പല കാരണങ്ങളാൽ അവിടെ വരേണ്ടവരില്ല. ഒന്നാമത് ചർച്ചിനകത്ത് മെമ്പർമാരില്ലാത്ത ചർച്ചാണ്. ആകെ ഒരാളോ 2 പേരും കൂടെ ഉള്ളൂ ആ ചർച്ചിനകത്ത് മെമ്പർമാരായിട്ട്. പക്ഷേ ആൾക്കാർ കുറച്ച് പേരുണ്ടായിരുന്നു. പ്രാർത്ഥനയ്ക്ക് തൊട്ട് അപ്പുറത്ത് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെന്ന വഴിക്ക് തന്നെ പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ ആൾക്കാർ കുറഞ്ഞുകൊണ്ട് പാസ്റ്റർക്ക് വിഷമം. ഞാൻ ഒരിക്കലും ഇല്ല, ഒരാളാണെങ്കിലും ഞാൻ ശുശ്രൂഷിക്കും, എനിക്കത് യാതൊരു പ്രശ്നവുമില്ല. പകൽ മീറ്റിങ്ങിൽ കുറച്ച് പേരുണ്ടായിരുന്നു. സാധാരണ മീറ്റിംഗ് ഉണ്ടാകുന്ന ആളുടെ. പക്ഷേ ഒരു കാര്യം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എൻ്റെ കുറേ സാക്ഷ്യങ്ങളും ഉണർവിനെക്കുറിച്ച് കർത്താവ് എന്നെ കാണിച്ച കാഴ്ചകളൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പകൽ മീറ്റിങ്ങിൽ കണ്ട കാര്യമുണ്ട്. അവിടെ വന്നിരുന്ന ഭൂരിഭാഗം പേരിരുന്ന് കരയുന്ന കണ്ട് ഞാൻ. ഒരു മിനിറ്റ് 2 മിനിറ്റ് അല്ല, ദീർഘസമയം ഇവരിരുന്ന് ഒരു കണ്ണിൽ നിന്ന് ഇങ്ങനെ നിലയ്ക്കാതെ വെള്ളം ഒഴുകുന്ന കാഴ്ച ഞാൻ കണ്ടു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാസ്റ്ററെ എന്നോട് ദൈവാത്മാവ് തൃശ്ശൂരിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ദീർഘമാസങ്ങളായി ഞാൻ ഉണർവിന് വേണ്ടിയും തൃശ്ശൂരിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നാണ് എനിക്കതിൻ്റെ കാരണം മനസ്സിലായത് എന്ന് പറഞ്ഞൊരു സിസ്റ്റർ യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു. പകൽ യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്നു. ഞാൻ പറഞ്ഞൊരു സാരാംശം, ഒന്ന്, ദൈവാത്മാവ് ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇരുത്തിക്കൊണ്ട് തനിക്ക് വേണ്ടപ്പെട്ടവരെ കൊണ്ട് താൻ പ്രാർത്ഥിപ്പിക്കുന്നുണ്ട്, മധ്യസ്ഥ അണപ്പിക്കുന്നുണ്ട്. ഒരു ശക്തമായ ഉണർവിന് വേണ്ടി ദൈവാത്മാവ് ജനങ്ങളെ എഴുന്നേൽപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പകൽ മീറ്റിങ്ങിൽ നടന്ന അനുഭവമാണ്. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരു സിസ്റ്റർ മേൽ ദൈവശക്തി തെറിച്ച ആ വ്യക്തി, നമ്മുടെ ഇവിടെ ഞാൻ തെറിക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ഉണർവിനെക്കുറിച്ചല്ലേ പറഞ്ഞ് അങ്ങനെ ദൈവശക്തി തുറക്കുന്ന വചനങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശാന്തമായിട്ട് നിന്ന് പ്രാർത്ഥിച്ചതായിരുന്നു. പക്ഷേ അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ മീഡിയ, അതായത് അവിടുത്തെ മിക്സർ ഒക്കെ തട്ടിത്തെറിപ്പിച്ച് ഒന്നും പറ്റിയില്ല കൃപയാൽ. അങ്ങനെ ഒരു അനുഭവം കൂടെ ഇന്നലെ അവിടെ ഞാൻ നടക്കുന്നത് കണ്ടു. അതല്ല ഞാനിപ്പോൾ പറയാൻ വേണ്ടി വന്നത്. പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നൈറ്റ് സെക്ഷൻ, രാത്രി സെക്ഷനിൽ സഹോദരിമാർ കുറവായിരുന്നു. സഹോദരന്മാരായിരുന്നു പകൽ കുറവ്, രാത്രി സഹോദരന്മാർ കൂടുതലായിരുന്നു. പ്രസംഗം തുടങ്ങിയപ്പോൾ ഞാൻ പകലധികം സന്ദേശം പറഞ്ഞില്ല, രാത്രിയായി ആണ് മത്തായി 17:1 മുതൽ 5 വരെ വായിക്കാൻ തുടങ്ങി. ഞാൻ പ്രസംഗിച്ചൊരു 5-10 മിനിറ്റ്, ഒരു 7:50 ഞാൻ മെസ്സേജിന് കയറുന്നത്. 9:30 കഴിഞ്ഞ് 9:40 വരെ പ്രസംഗിച്ചു. എനിക്ക് ടൈം തന്നത് 8:45 പക്ഷേ മെസ്സേജ് നിർത്തിയത് 9:00. ആർക്കും നിർത്താൻ പറ്റില്ല, ആൾക്കാരങ്ങ് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ, ഒരു സഹോദരൻ, ഞാൻ ആദ്യം സഹോദരനാണെന്ന് വിചാരിച്ചത്, പ്രഹീം എന്ന് പറഞ്ഞൊരു സഹോദരൻ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. എനിക്ക് പേരറിയില്ലായിരുന്നു. പിന്നെ ആൾ ഇരിക്കുന്നില്ല. അപ്പം നമ്മൾ മെസ്സേജിനകത്തൊരു എന്താ പറയുക, ഒഴുക്കിലേക്ക് വരുമ്പോൾ, ഒരു ആത്മപ്രചോദനത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കുന്നതും കൈയടിക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ കുറച്ച് ഈ 2 മണിക്കൂർ മുഴുവൻ നമുക്കിങ്ങനെ നിൽക്കാൻ പറ്റൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ശാന്തമായിട്ടും ഈ പുള്ളി ഇരിക്കുന്നില്ല. ഈ പുള്ളി ആ ഒറ്റ നിപ്പ്
1.5 മണിക്കൂർ ആ ദൈവദാസൻ നിന്ന സഹോദരൻ നിന്നു. ഞാൻ ആദ്യം ചിന്തിച്ച് സഹോദരൻ എന്നാണ്. മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ വന്നു. തൊട്ടുപുറയിൽ ഈ സഹോദരൻ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, പാസ്റ്റർ ശ്രദ്ധിച്ചോ, ഞാൻ ഈ മീറ്റിംഗ് മൊത്തം നിന്നാണ് കൂടിയത്? ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു. എന്താണ് ഞാൻ നിന്ന് കൂടാൻ കാരണമെന്ന് പാസ്റ്റർക്ക് അറിയോ? പാസ്റ്റർക്ക് എന്നെ അറിയോ? പാസ്റ്റർ പണ്ടെന്നോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ പണ്ട് തൃശ്ശൂർ വട്ടായിൽ വന്നിട്ടുണ്ട്. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടാകാത്തൊരു അനുഭവം ഉണ്ടായി പാസ്റ്റർ മത്തായി 17 വായിക്കാൻ തുടങ്ങിയ സമയത്ത്, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത്, മത്തായി 17 വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് പെട്ടെന്ന് എൻ്റെ ചെവി ദൈവാത്മാവ് തുറന്നു. ദൂതന്മാർ സ്വർഗത്തിൽ ആരാധിക്കുന്ന ആരാധന ഈ 1 ചില്ലാൻ മണിക്കൂർ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇരിക്കാതെ നിന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി വചനം കേട്ടുകൊണ്ടിരുന്നത്. ഇത് ഞാൻ സാധാരണ കേട്ടിട്ടില്ലാത്ത ഒരു അനുഭവമാകിയാലാണ് ഇന്ന് രാത്രി ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഞാൻ പറയാൻ കാരണം ഇത്രയേ ഉള്ളൂ. ഘട്ടം ഘട്ടമായിട്ട് ദൈവാത്മാവ് തൻ്റെ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം തുറക്കുന്ന അനുഭവങ്ങൾ തുറക്കുകയാണ്. നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഈ ഭൂമിയിലുള്ള ഒന്നിനെക്കുറിച്ചും ആഗ്രഹിക്കാതെ അതിനെല്ലാം രണ്ടാമത്തെ പ്രാധാന്യത കൊടുത്ത് നിങ്ങൾ ദൈവവചനപ്രകാരം ദൈവാത്മാവിനാൽ നിങ്ങളെ രൂപീകരിക്കാനായിട്ട് സമർപ്പിതരായി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവാത്മാവ് നിങ്ങളെ ശക്തിയോടെ പണിപെടുക്കാൻ തുടങ്ങും. അടുത്ത തലങ്ങൾ, ഏഞ്ചൽ ദൂതന്മാരുടെ വർഷിപ്പിൻ്റെ റിലം നിങ്ങളുടെ മേൽ തുറന്നാൽ, ആ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ തുടങ്ങിയാൽ, അത് കേട്ടിട്ടുള്ളവരുടെ മുറിയിൽ കർത്താവിൻ്റെ എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. എവിടെയാണോ ദൂതൻ ഇറങ്ങുന്നത്, ഏഞ്ചലിക് റിലം ഓപ്പൺ ആകുന്നത്, അവിടെ മഹത്വത്തിൻ്റെ രാജാവായ കർത്താവ് ഇറങ്ങിയിരിക്കും. എവിടെ കർത്താവ് ഉണ്ടോ അവിടെ ദൂതനുണ്ട്. എവിടെ ദൂതന്മാർ വരുന്ന എല്ലായിടത്തും കർത്താവ് വന്നോളണമെന്നില്ല. പക്ഷേ ഏഞ്ചലിക് വേൾഡ് ഓപ്പൺ ആയാൽ മനസ്സിലാക്കുക, ദ റിലം ഓഫ് ഏഞ്ചൽ ഓപ്പൺ ആയാൽ മനസ്സിലാക്കുക, തൊട്ടുപുറകിൽ നമുക്ക് കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റും, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ഏഞ്ചലിക് റിലം ഓപ്പൺ ആയാൽ, വലിയ വേദനകളുടെ നടുവിലൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ റിലം ഓഫ് ഏഞ്ചൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ അസാധാരണമായ, വിശ്വസിക്കാൻ കഴിയാത്ത വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ പല മേഖലകളിൽ, എസ്പെഷ്യലി സാമ്പത്തിക തലത്തിൽ, കുടുംബ പശ്ചാത്തലത്തിൽ, കുടുംബ ബന്ധങ്ങളുടെ നിലയിൽ, പല നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതകരമായ വിടുതലുകളും ദൈവാത്മാവ് തുറക്കുമെന്നുകൂടെ അറിഞ്ഞിരിക്കുക. പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മൾ ഉപവാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാൻ പോവുകയാണല്ലോ. എല്ലാവർക്കുമുള്ള സ്നേഹത്തെ, നന്ദിയെ ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രിയ മോൻ ജോസക്ക് സുഖമായിരിക്കുന്നു. അവന് ചെംസ്ഫോർഡിലായിരുന്നു, അവിടെ ദീപകിൻ്റെ വീട്ടിലായിരുന്നു. ദീപകിൻ്റെ കുഞ്ഞ് ഇച്ചിരി സീരിയസ് കണ്ടീഷനിലായിരുന്നു. കഴിഞ്ഞ ദിവസം ഡോക്ടർമാർ ഒരു ചെറിയ വിധിയൊക്കെ കുഞ്ഞിനുള്ള ബന്ധത്തിൽ പറഞ്ഞു എന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. ഞാനത് കുഞ്ഞിന് വയ്യാന്ന് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണം. മോന് ലിനി സിസ്റ്റർ വീട്ടിലേക്ക് ഇന്നലെ രാത്രി അവർ പോയി കൊണ്ടുവന്നു. അവനവിടെ സന്തോഷമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. നിങ്ങൾ മോനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്കിന്ന് രാവിലെ ഇന്ന് രാത്രി നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമ്മൾ കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ 6 പാർട്ട് ക്ലാസ് കഴിഞ്ഞു ഇന്നലെ മിനിഞ്ഞാന്നത്തോടുകൂടെ. സത്യത്തിൽ ഇത് 7ാമത്തെ പാർട്ടാണ്. ഈ ഹെഡിങ് ഒന്ന് തന്നെ ആവർത്തിച്ച് കാണിക്കുമ്പം നമ്മുടെ ആളുകൾക്ക് ഒരു അരോചകത്വം അല്ലെങ്കിൽ ഒരു മടുപ്പ് ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഹെഡിങ് ഒന്ന് മാറ്റിയത്. ഹെഡിങ് മാറ്റിയിട്ടേ ഉള്ളൂ, സംഭവം അത് തന്നെയാണ്. അമ്മമാർ മക്കൾക്ക് ഗുളിക കൊടുക്കുമ്പം അതിൻ്റെ കൂടെ ചോക്ലേറ്റ് കൊടുക്കുന്നത് പോലെ ഇങ്ങനെ മാറ്റി പഴമോ ചോക്ലേറ്റോ ഒക്കെ കൊടുക്കും. കറി ഇങ്ങനെ മാറി വെക്കില്ലേ, ചോറിൻ്റെ കൂടെ മാറി വെക്കുന്നത് എന്തിനാ? ആ ടേസ്റ്റ് പോകാതെ ഫുള്ള് ഭക്ഷണം കഴിക്കാൻ അമ്മമാർ കറി മാറ്റി കൊടുക്കുന്ന പോലെ ഞാൻ ഹെഡിങ്ങിൻ്റെ ക്യാപ്ഷൻ മാറ്റിയത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനകത്തേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനങ്ങൾ നമ്മൾ ഏകദേശം സമയമെടുത്ത് ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ വായിക്കാൻ പോകുന്ന 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളുടെ അകത്ത് ദൈവരാജ്യത്തിൻ്റെ ജനങ്ങളെ 2 പ്രധാനപ്പെട്ട ഉപമകളിലൂടെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരികയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെയുള്ള വാക്യങ്ങൾ ശബ്ദം എടുത്ത് വായിക്കാം. മൈക്ക് നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് നമുക്ക് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്തൊന്നുകൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കുവാൻ സാധ്യമല്ല. വിളക്ക് കത്തിച്ച പറയിൻ കീഴിലല്ല, തണ്ടിന്മേലാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ.
മതി 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 മതി. അതെന്തോ ഒരു എക്കോ വരുന്നേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഓക്കെ, അപ്പം ഇവിടെ നമ്മുടെ കർത്താവ് ആദ്യത്തെ 12 വാക്യങ്ങളിലൂടെ ഒന്നാം പാർട്ട്, കിങ്ഡം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒന്നാം പാർട്ടിനകത്ത് ദൈവാത്മാവ് നമ്മുടെ കർത്താവ് ഇതിൻ്റെ ആദ്യ ഭാഗം പറഞ്ഞിട്ട് രണ്ടാം പാർട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പം ഒന്നാം പാർട്ട് നമ്മൾ പറഞ്ഞു, രാജ്യജനങ്ങളുടെ സ്വഭാവമാണ് ഒന്നാം പാർട്ടിൽ പറഞ്ഞത്. രാജ്യജനങ്ങളുടെ സ്വഭാവമാണ്. ആ സ്വഭാവത്തെ നമ്മൾ 9 പാർട്ടുകളാക്കി തിരിച്ചു. 9 വിഭാഗങ്ങളാക്കി തിരിച്ചു. ഒന്നാം പാർട്ടിനെ അവരെ ഭാഗ്യവാന്മാർ എന്തൊക്കെയാണെന്ന് പറഞ്ഞ്, അവർ ഇന്ന കാര്യം ചെയ്താൽ ഒരു ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞ് 9 പാർട്ടാക്കി തിരിച്ചു. രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ദിവ്യ സ്വഭാവം ആർജിച്ചെടുത്ത രാജ്യജനങ്ങളുടെ ലോകത്തോടുള്ള സ്വാധീനതയാണ് പറയുന്നത്. ആദ്യത്തെ 12 വാക്യങ്ങളിൽ ഇവരുടെ സ്വഭാവമാണ് പറഞ്ഞത്. എന്നാൽ ഇനിയുള്ള 4 വാക്യങ്ങളിൽ ഈ സ്വഭാവം ആർജിച്ച രാജ്യജനങ്ങളുടെ സ്വാധീനത പറയുകയാണ്. ഇന്നത്തെ ദൈവസഭ സ്വഭാവത്താൽ സമൂഹത്തിൽ വരുത്തേണ്ട സ്വാധീനതയേക്കാൾ സന്ദേശം കൊണ്ട് ജനത്തിന്റെ ഹൃദയത്തിനകത്ത് വരുത്തേണ്ട തിരിച്ചടികളെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓരോ വാക്കുകൾ ശ്രദ്ധിക്കണേ. ഞാൻ ഒന്നുകൂടെ പറയാം. സ്വഭാവത്താൽ ഈ ലോകത്തെ സ്വാധീനിക്കുവാനായി നിയോഗിക്കപ്പെട്ട സഭ അല്ലെങ്കിൽ രാജ്യജനങ്ങൾ അത് മറന്നിട്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അല്ലെങ്കിൽ ഉപദേശത്താൽ മാത്രം ജനസമൂഹത്തെ സ്പർശിക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞ ആശയം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് തിരിച്ചു വരണം. നമുക്ക് കർത്താവിൻ്റെ തിരുവായ്മൊഴിയിലേക്ക് നമുക്ക് തിരിച്ചു വരണം. നമുക്ക് പറയണം, ഞങ്ങൾ ലോകത്തെ സ്വാധീനിക്കാനുള്ളവരാണ്. എങ്ങനെ? അവന്റെ ദിവ്യ സ്വഭാവത്തിലൂടെ. ശരിയായ സഭാജീവിതം നയിക്കുന്ന ഒരാൾ ഈ ഭൂമിയെയും ലോകത്തെയും സ്വാധീനിക്കുന്നവരായിരിക്കും. ഇവിടെ നീ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്നല്ല പറഞ്ഞത്. നീ പത്രോസാകുന്നു. കർത്താവിന് നീ എന്ന് വിളിക്കാനും അറിയാം, നിങ്ങളെന്ന് പറയാനും അറിയാം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? വ്യക്തിപരമായിട്ടൊരു വ്യക്തിയെ സിംഗുലർ ടെൻസിൽ പറയാനും ബഹുവചനം പറയാനും കർത്താവിന് നന്നായിട്ടറിയാം. ഗ്രാമർ ഒന്നും തെറ്റുകയില്ല. നീ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. നീ ലോകത്തിന്റെ വെളിച്ചമാകുന്നെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സർവനാമമാണ്. നിങ്ങൾ എന്ന സർവനാമം ഇത് ബഹുവചനമാണ്. ഇത് ഒരു കോപ്പറേറ്റീവ് ബോഡിയെ സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ ഉപ്പുകൾ ആകുന്നു എന്നല്ല, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചങ്ങളാകുന്നു എന്നല്ല. ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞ സർവനാമത്തിനകത്ത് ബഹുവചനമാണ് ഉപയോഗിച്ചതെങ്കിലും അതിന്റെ വിഷയത്തിലേക്ക് വന്നപ്പോൾ ദൈവാത്മാവ് ഏകവചനമാണ് കൊണ്ടുവന്നത്. നിങ്ങൾ ഉപ്പുകളല്ല, ഉപ്പാകുന്നു. നിങ്ങൾ വെളിച്ചങ്ങളല്ല, വെളിച്ചമാകുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ വ്യക്തിപരമായി ഉണ്ടാകുന്ന ആത്മീക വളർച്ച മാത്രമല്ല കർത്താവിന്റെ പ്രബന്ധാവതരണത്തിന്റെ കാതൽ. നമുക്കെല്ലാവർക്കും വ്യക്തിപരമായ വളർച്ച നല്ലതാണ്. പക്ഷെ വ്യക്തിപരമായ വളർച്ച കൊണ്ട് നിങ്ങൾ തൃപ്തരാകരുത്. എനിക്ക് ഒരു ശരീരമുണ്ട്, ഈ ശരീരത്തിനകത്ത് ഞാൻ ജനിച്ചു പോയിട്ട് എൻ്റെ കൈ വളരാൻ തുടങ്ങി, കാല് വളരുന്നില്ല, അല്ല കാല് വളരാൻ തുടങ്ങി, കൈ വളരുന്നില്ല. അവസ്ഥ എന്തായിരിക്കും? ഒരു ശരീരമാകണമെങ്കിൽ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ചേർന്ന് അച്ചടക്കത്തോടെ വ്യായാമത്തോടെ ജീവനിൽ ഒരുമിച്ച് വളരുമ്പോഴാണ് ഒരു ശരീരമാകുന്നത്. ശരീരമാകുമ്പോഴാണ്
നിങ്ങൾ നിങ്ങളുടെ പട്ടണത്തെ സ്വാധീനിക്കാൻ തുടങ്ങുന്നത്. ശരീരം ശരീരമാകുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തെ സ്വാധീനിക്കാൻ തുടങ്ങുന്നത്. എവിടെയെല്ലാം സഭ ശരീരമെന്ന വെളിപ്പാടിലേക്ക് വന്നിട്ടുണ്ടോ അവിടെയെല്ലാം സഭ ദേശങ്ങളെ, രാജ്യങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അർത്ഥാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു വളർച്ച മാത്രമല്ല നിങ്ങളുടെ അകത്തുണ്ടാകേണ്ടത്. നിങ്ങൾ കർത്താവിന്റെ മാർമിക ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്നുള്ള വെളിപ്പാടിൽ, നിങ്ങൾ അവന്റെ ശരീരത്തിലെ അവയവമാണെന്നുള്ള വെളിപ്പാടിൽ നിങ്ങൾ ദൈവാത്മാവിനാൽ വളരാൻ പഠിക്കണം എന്ന കാര്യം കൂടെ പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ ലോകം പാപത്താൽ അല്ലെങ്കിൽ സാത്താന്റെ പ്രലോഭനത്താൽ ദുഷിച്ചുപോയി. ഈ ലോകം ദുഷിച്ചുപോയി, ഈ ഭൂമി ദുഷിച്ചുപോയി. ഈ ഭൂമി സാത്താന്റെ പ്രലോഭനത്താൽ ദുഷിച്ചുപോയതിനാൽ ദുഷിച്ചുപോയ ഭൂമിയിൽ അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് ഉപ്പായിട്ടാണ്. ശ്രദ്ധിക്കണേ, ഇനി എന്റെ കൂടെ വരണം. ഉപ്പായിട്ടാണ്. സാത്താന്യ പാപത്താൽ ഈ ഭൂമി, മനുഷ്യൻ ചെയ്ത പാപത്താൽ ഇരുട്ടിലേക്ക് പോയി. പാപത്താൽ ദുഷിക്കപ്പെട്ട ഭൂമി ഇരുട്ടിനകത്തേക്ക് പോയി. ഇരുളിനകത്തേക്ക് പോയ ഭൂമിയിൽ നാം വെളിച്ചമായി നിൽക്കുകയാണ്. പാപം കൊണ്ടുവന്ന രണ്ടവസ്ഥ പറയുന്നു. ഒന്ന്, ഭൂമി ദുഷിച്ചുപോയി. ദുഷിച്ച ഭൂമിയിൽ നാം വെളിച്ചമാണ്. ദുഷിച്ച ഭൂമിയിൽ നാം ഉപ്പാണ്. എന്നാൽ ഇരുട്ടായ ഭൂമിയിൽ നാം വെളിച്ചമാണ്. രണ്ട് പദം. പാപത്താൽ ദുഷിച്ച ഭൂമിക്ക് നാം ഉപ്പാണ്. പാപത്താൽ ദുഷിക്കപ്പെട്ട ഭൂമി ഇരുളാക്കപ്പെട്ടതിനാൽ ഇരുളാക്കപ്പെട്ട ഭൂമിയിൽ നാം അവന്റെ വെളിച്ചമാണ്. ഞാൻ രണ്ട് പദങ്ങളാണ് പറഞ്ഞത്. ദുഷിച്ച ഭൂമി, ഇരുട്ടാക്കപ്പെട്ട ഭൂമി. ദുഷിച്ച കുടുംബം, ഇരുട്ടാക്കപ്പെട്ട കുടുംബം. ദുഷിച്ച രാജ്യം, ഇരുട്ടാക്കപ്പെട്ട രാജ്യം. ദുഷിച്ച സംസ്ഥാനം, ഇരുട്ടാക്കപ്പെട്ട സംസ്ഥാനം. ദുഷിച്ച വ്യക്തി, ഇരുട്ടാക്കപ്പെട്ട വ്യക്തി. ഇത് വ്യക്തിയെയും കുടുംബത്തെയും ദേശത്തെയും വില്ലേജിനെയും രാജ്യത്തെയും പട്ടണത്തെയും സംസ്ഥാനത്തെയും ഭൂഖണ്ഡത്തെയും ഒക്കെ ചേർത്ത് നമുക്ക് പഠിക്കാം. രണ്ടാണെങ്കിലും ദുഷിച്ച ഭൂമിയെ, ഇരുട്ടായ ഭൂമിയെ ദൈവാത്മാവ് ചികിത്സിക്കുന്നത് നിങ്ങളിലൂടെയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ഭൂമിയുടെ വെളിച്ചമാണ്. അപ്പം സാത്താനാൽ ദുഷിക്കപ്പെട്ട ഭൂമിയെ, സാത്താനാൽ ഇരുട്ടാക്കപ്പെട്ട ഭൂമിയെ ചികിത്സിക്കാനായി ദൈവം വച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന്റെ ജനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഒരു ആമേൻ പറയാൻ പറ്റുമെങ്കിൽ, ഒരു ആമേൻ കരമുയർത്തി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞേരെ ആമേൻ. കുറേ കാലമായിട്ടാണ് ഐഷ സിസ്റ്ററെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ ഞാൻ ആരെയും, നമ്മുടെ സുവിനകത്ത് വന്ന പണ്ടത്തെ ആൾക്കാരെ എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഞാൻ ആരെയും വിളിക്കാറുമില്ല, കോണ്ടാക്ട് ചെയ്യാറുമില്ല. അതിന് നേരം കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ പലവട്ടം ഓർത്തു, സിസ്റ്റർ എവിടെയാണോ എന്ന് ഓർത്തു. കർത്താവ് കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. വീഡിയോ ഓൺ ചെയ്ത് വന്നതിനായി സ്തോത്രം. ഓക്കെ, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് സുബിനകത്ത് വന്നിരുന്ന എല്ലാവരും ഒന്ന് ഓർത്തു. അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുകയൊക്കെ വേണ്ടേ? ഓക്കെ, കർത്താവ് കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് വന്നു അല്ലാട്ടോ പറഞ്ഞേ. ഞാൻ വീഡിയോ ഓൺ ചെയ്ത് കണ്ടതുകൊണ്ട് ഒരു വാക്ക് ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഭൂമി, അപ്പൊ ദുഷിക്കപ്പെട്ട ഭൂമിയിൽ ഈ നമ്മുടെ ശലോമോന്റെ ഭാഷയിൽ സകലതുമായ മായയായിപ്പോയി. ഇനി റോമാലേഖനത്തിൽ പൗലോസിന്റെ ഭാഷയിൽ ഈ ഭൂമി ദ്രവത്വത്തിന്റെ കീഴിലായിപ്പോയി. ദ്രവത്വത്തിന്റെ കീഴിൽ, മായയ്ക്ക് കീഴിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഭൂമി, ഇരുട്ടിനകത്തിരിക്കുന്ന ഭൂമി, പാപത്താൽ ഇരുട്ടുമൂടപ്പെട്ട ഭൂമി. ഈ ഭൂമിക്കകത്ത് നമ്മൾ ഓരോരുത്തരും ദൈവാത്മാവിനാൽ വളർച്ച പ്രാപിച്ച് നമ്മളൊരു ശരീരമായി നിൽക്കുമ്പോൾ നമ്മൾ ഉപ്പാണ്, നമ്മൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഉപ്പ് ആരാണാവോ? നിങ്ങളുടെ വീട്ടിൽ ഉപ്പുണ്ടോ? വീട്ടിൽ അടുക്കളയിൽ ഉപ്പുണ്ടോ എന്നല്ല ചോദിച്ചത്. നിങ്ങളുടെ വീട്ടിൽ ഉപ്പുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വെളിച്ചം ഉണ്ടോ? ഉപ്പും വെളിച്ചമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഉപ്പും വെളിച്ചമാണേ. വളരും തോറും അത് നിങ്ങൾ ആദ്യം ഇത് നിങ്ങളുടെ അകത്ത് വെളിപ്പാടാകുമ്പോൾ നിങ്ങളുടെ വീടിനെ നിങ്ങൾ രുചി വരുത്താൻ പാടും. ഉപ്പിൻ്റെ പ്രത്യേകത, ഞാൻ ഉപ്പിലേക്കും വെളിച്ചത്തിലേക്കും വരികയാണ്.
അപ്പം ഇത് നിങ്ങളുടെ വീടിനകത്ത് തുറക്കും. നിങ്ങളായിട്ട് കൂട്ടിമുട്ടുന്നവരുടെ മുമ്പിൽ ഇത് മൊത്തം വെളിപ്പെട്ട് വരും. ഈ നമ്മുടെ ചിന്ത എന്നറിയോ? യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണ് രാജ്യത്തിന്റെ സുവിശേഷമെന്ന് മാത്രമാണ്. ശ്രദ്ധിച്ച് ഞാൻ ഈ പറയുന്ന വാക്കുകളെല്ലാം നിങ്ങളുടെ അകത്ത് കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിദ്ധാരണ വരും കേട്ടോ. എന്താണ് ഉപ്പ്? എന്താണ് ഉപ്പ്? ദുഷിച്ചു പോയ ഭൂമിയെ ദൈവം ആഗ്രഹിച്ച തലത്തിൽ ജീർണതയില്ലാതെ നിർത്താനും സംരക്ഷിക്കുവാനും ദൈവം വെച്ചിരിക്കുന്ന ഘടകമാണ് ഉപ്പെന്ന് പറയുന്നത്. നമ്മളെ ഓരോരുത്തർ ദൈവം വെച്ചിരിക്കുന്നത്. ഞാനത് വിശദമാക്കുമ്പോൾ പറയും എന്തിനാണ് ഉപ്പ് ഉപയോഗിക്കുന്നത്. ഉപ്പിന്റെ പ്രത്യേകത ജീർണത ഇല്ലാതാക്കുന്നതാണ് ഉപ്പ്. ദ്രവത്വത്തിന്റെ അണുക്കളെ കൊല്ലുന്നതാണ് ഉപ്പ്. ജീർണിക്കാൻ സാധ്യതയുള്ളതിനെ അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ നിർത്തുന്നതാണ് ഉപ്പ്. നമ്മുടെ അമ്മച്ചിമാര് പണ്ട് ഈ ചട്ടിക്കകത്ത് ചാള മേടിച്ചു കൊണ്ടുവന്നിട്ട് അതിങ്ങനെ ഉപ്പിട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങള്? അത് കാണുക. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ അടുക്കളയിൽ പോകണം. അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ അമ്മച്ചിമാര്, നമ്മുടെ നാട്ടിൽ പണ്ട് ചാളയായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീൻ. ഇപ്പം ചാളയൊന്നും ആരും കഴിക്കാണ്ടായി, കിട്ടാണ്ടുപോയി. ചാളയ്ക്കൊക്കെ എന്നെ വിലയാണെന്നറിയോ? ഇപ്പോൾ 200 രൂപ 250 രൂപയൊക്കെയെന്ന് പറഞ്ഞു കേട്ടോ കഴിഞ്ഞ ദിവസം. വെറുതെ എന്താ പറയുക, ചാള മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിലെ പട്ടിക്ക് 2 ഇട്ട് കൊടുക്കും മീൻകാരൻ പണ്ട്. കാരണം ഇതിന് വിലയില്ല, 5 രൂപ 10 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ കിലോ. പട്ടിക്ക് കോളാണ്. മീൻകാരനെ നിർത്തി കഴിഞ്ഞാൽ വീട്ടുകാർ മീൻ മേടിച്ച് കഴിഞ്ഞാൽ 2 ചാള പട്ടിക്ക് ഫ്രീ ആണ്. പക്ഷേ ഇപ്പോൾ അത് കൊടുക്കുന്നില്ല. ഇപ്പം ചാളയ്ക്കാണ് മറ്റു പല മീനേക്കാളും വില കൂടുതൽ. ശ്രദ്ധിക്കും. അപ്പം ഞാൻ പറയാൻ കാരണം ചാളയെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നതല്ല. ഈ മീൻ മേടിച്ച് കഴിയുമ്പോൾ നമ്മുടെ മാതാക്കള് ഈ മീനകത്ത് അവർ ഉപ്പിട്ട് വെക്കും. എന്തിനാണെന്നറിയാമോ? ഈ മീനെ കഴിഞ്ഞ ചില ദിവസം മുമ്പ് പിടിച്ചതാണ്. ഇത് ജീർണിച്ചു പോകാൻ സാധ്യതയുണ്ട്. സാധ്യതയല്ല, ജീർണിച്ചു പോകും. ഇതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ നിന്ന് ഇത് ജീർണിക്കുകയാണ്. ഇത് ദ്രവത്വത്തിലേക്ക് പോവുകയാണ്. അപ്പൊ ദ്രവത്വത്തിലേക്ക് പോകുന്ന ഈ മീനെ അത് ദ്രവിച്ചു പോകാതെ, അഴുകി പോകാതെ, ചീഞ്ഞു പോകാതെ, നശിച്ചു പോകാതെ നിലനിർത്താൻ വേണ്ടിയാണ് ഉപ്പിടുന്നത്. അപ്പൊ ഉപ്പിട്ടാലുള്ള പ്രത്യേകത എന്താ? ഉള്ള അവസ്ഥയിൽ അത് സംരക്ഷിക്കപ്പെടും. കേൾക്കുന്നുണ്ടോ? ഉള്ള അവസ്ഥയിൽ സംരക്ഷിക്കാനാണ് മാതാക്കൾ മീനകത്ത് ഉപ്പിടുന്നത്. അങ്ങനെയെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഈ ഭൂമി സാത്താനാൽ ദുഷിച്ചു പോയപ്പോൾ ദൈവം ഈ ഭൂമിയിൽ നമ്മെ ഉപ്പാക്കി വെച്ചിരിക്കുന്നത് ഒരു പരിധി വരെ ഇത് നശിച്ചു പോയി. ഒരു പരിധി വരെ ഇത് ഘടനയിൽ നിന്ന് തകർന്നു പോയ ഇത് ഇനി പൂർണ്ണമായി നശിച്ചു പോകാതിരിപ്പാൻ, പൂർണ്ണമായിട്ട് അഴുകി പോകാതിരിപ്പാൻ ദൈവം നോക്കിയേ നമ്മെ ഭൂമിയുടെ ഉപ്പാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഉപ്പിനൊരു പ്രത്യേകതയുണ്ട്. ജീർണിപ്പിക്കുന്ന അണുക്കളെ ഇതില്ലാതാക്കും. ശരി, ഇപ്പം ഒരു ഉപ്പ് ഒരു മീനകത്ത് ആ മീൻ ഉപ്പിട്ടില്ലെങ്കിൽ അത് നമ്മൾ ചീഞ്ഞ് നാറി അത് നശിച്ച് അത് ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക്. അപ്പോൾ അതിലേക്ക് ആ ചീയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ്? ചീയുന്ന അവസ്ഥയിൽ കൊണ്ടുപോകുന്നത് ദുഷിച്ച അണുക്കളല്ലേ, അല്ലെങ്കിൽ അതിന്റെ അണുക്കളല്ലേ? അപ്പോൾ ഈ അണുക്കളെ നിർവീര്യമാക്കുന്നതാണ് ഉപ്പ്. ഉപ്പിന്റെ പ്രത്യേകത എന്താ? എന്തിനെയാണോ ദുഷിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിനെയാണോ നാറ്റിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിനെയാണോ തകർത്തുകൊണ്ടിരിക്കുന്നത്, എന്തിനെയാണോ ദൈവമാക്കി വെച്ച അവസ്ഥയിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്, നാറ്റിപ്പിക്കുന്നത്, അവസാനിപ്പിക്കുന്നത്, ചീയിപ്പിക്കുന്നത്, അത് നാറാതെ ചീയാതെ നശിപ്പിക്കാതെ അവനെ സംരക്ഷിക്കുന്നതാണ് ഉപ്പ്. അങ്ങനെയെങ്കിൽ നമ്മുടെ രാജ്യം, നമ്മുടെ പട്ടണങ്ങൾ, നമ്മുടെ ദേശങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള സമൂഹം നശിക്കാതെ സൂക്ഷിക്കാൻ ദൈവം കണ്ടിരിക്കുന്ന ഉപ്പുകളായി എന്നെ കർത്താവ് കണ്ടിരിക്കുന്നു എന്ന് വെളിപ്പാട് വരുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതെ, നിങ്ങളാണ് നശിച്ചു പോകാത്തതിന്റെ കാരണം. നിങ്ങളുടെ ചുറ്റുമുള്ള ലോകം, നിങ്ങളുടെ ചുറ്റുമുള്ള പട്ടണം, നിങ്ങളുടെ ചുറ്റുമുള്ള ദേശം, അല്ലെ എന്തിനാ നിങ്ങളുടെ കുടുംബം കർത്താവിനെ കണ്ടിട്ടില്ലാത്ത പല വ്യക്തികൾ ഉൾപ്പെട്ടു നിൽക്കുന്ന നിങ്ങളുടെ കുടുംബം നശിക്കാത്തതിന് കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം നിങ്ങളെ ഉപ്പായി വെച്ചിരിക്കുന്നതിനാലാണ്.
ഉപ്പായി വെച്ചിരിക്കുന്നതിനാലാണ്. ഉപ്പ് അത് അണുക്കളെ കൊല്ലുന്നതാണ്, ജീർണത ഇല്ലാതാക്കുന്നതാണ്, ദ്രവത്വത്തിന്റെ അണുക്കളെ കൊല്ലുന്നതാണ്, അത് അവയുടെ യഥാർത്ഥ അവസ്ഥയിൽ അതിനെ സൂക്ഷിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കർത്താവ് പറഞ്ഞ പ്രഭാഷണത്തിന്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ എന്താണ്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ഉപ്പാണ്, ഉപ്പാണ്. അപ്പൊ ഉപ്പിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഉപ്പ് ഇത് സംരക്ഷിക്കുന്നതാണ്, സംരക്ഷിക്കുന്നതാണ്. രണ്ട്, ഉപ്പിന്റെ അടുത്ത പ്രത്യേകത, ഉപ്പ് ഈ ചീയാവിരിക്കാൻ മീനകത്തിടുന്നത് മാത്രമല്ല. എത്ര ചീയാവിരിക്കാൻ മീനകത്ത് ഉപ്പിട്ടാലും, എത്ര മീൻ വെള്ളത്തിൽ മീൻ കിടന്നാലും, മീനെ നമ്മുടെ മാതാപിതാക്കൾ വെട്ടിമുറിച്ച് അതിന്റെ അശുദ്ധിയുള്ള ഭാഗങ്ങളെല്ലാം വെട്ടിമുറിച്ച് എടുത്തു മാറ്റി കറിച്ചട്ടിക്കകത്തിട്ട് കറി വെക്കാൻ തുടങ്ങുമ്പോൾ അവർ വീണ്ടും മീനകത്തേക്ക് ഉപ്പിടും. ഹലോ, കേൾക്കുന്നുണ്ടോ? കറിക്കകത്തേക്ക് ഉപ്പിടും. അപ്പൊ ആദ്യം ഇട്ട ഉപ്പ് എന്തിനാ? ആദ്യം ഇട്ട ഉപ്പ് ഈ മീൻ കേടാകാതിരിക്കാൻ, ജീർണിച്ചു പോകാതിരിക്കാൻ. ഇപ്പൊ ഇടുന്ന ഉപ്പോ, ആദ്യം ഇടുന്ന ഉപ്പിന് എന്താ പറയുക, നമ്മൾ വലിപ്പം നോക്കില്ല, അതിന്റെ ക്വാണ്ടിറ്റി നോക്കില്ല, അത് കൈക്കകത്ത് അങ്ങ് കോരിയിടും. എവിടെയാ? ചെയ്യാതിരിക്കാൻ ഇടുന്ന ഈ ഉപ്പ് അത് നമ്മൾ കൈക്കകത്ത് കോരിയിടും. പക്ഷേ കറിക്കകത്തേക്ക് ഇടുന്ന ഉപ്പ് കോരിയിടുകയല്ല, വിവരം അറിയും. നല്ല ഭർത്താക്കന്മാരാണെങ്കിൽ ഉറപ്പായിട്ടും വിവരം അറിയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യല? കോരിയിടുകയല്ല, നമ്മൾ പതുക്കെ പതുക്കെ ടീസ്പൂൺ കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറവാണെങ്കിൽ അല്പം കൂടി ഇട്ട് നമ്മളത് പരുവപ്പെടുത്തിയെടുക്കും. അപ്പൊ ഒന്നാമത് ഉപ്പിടുന്നത് ജീർണിക്കാതിരിക്കാനാണെങ്കിൽ, രണ്ടാമത് ഉപ്പിടുന്നത് ജീർണിക്കാതിരിക്കാനല്ല, രുചി വരുത്താനാണ്. ആരോടാണാവോ ഞാൻ ഈ പറയുന്നത്? ഒന്ന് ജീർണിക്കാതിരിപ്പാൻ, ഒന്ന് അണുക്കളെ നിർവീര്യമാക്കാൻ, ദ്രവത്വമുള്ളവനെ സൂക്ഷിക്കാൻ, ദ്രവിച്ചു പോകണവനെ സൂക്ഷിപ്പാനാണെങ്കിൽ രണ്ടാം ഘട്ടം ഉപ്പിടുന്നത് ജീർണിക്കാതിരിക്കാനല്ല, അണുക്കളെ കൊല്ലാനല്ല, ടേസ്റ്റ് വരുത്താനാണ്, രുചി വരുത്താനാണ്. എന്നിട്ട് നിങ്ങളെ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. 13-ാം വാക്യം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ കാരണമാണ്, നിങ്ങൾ മുഖാന്തരമാണ് ഈ ഭൂമി ജീർണിച്ചു പോകാതെ ദൈവം സൂക്ഷിക്കുന്നത്. രണ്ട്, നിങ്ങൾ മുഖാന്തരമാണ് ദൈവം ഈ ഭൂമിക്ക് രുചി വരുത്തുന്നത്, രുചി വരുത്തുന്നത്. ഒന്ന് വായിച്ചോ, 13-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു, 13-ാം വാക്യം ഒന്നുകൂടെ വായിച്ചു. 13-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അത് എന്തോന്ന് കൊണ്ട് രസം വരുത്താം. പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. അപ്പൊ ഉപ്പ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ, അപ്പൊ ഉപ്പിന്റെയും രുചി നഷ്ടപ്പെടും. എപ്പോഴാ? അതിന് കാരമില്ലാതെ പോയാൽ. അപ്പൊ കാരം ഉണ്ടെങ്കിൽ ഉപ്പ് രുചി വരുത്തുന്നതാണ്, ജീർണിപ്പിക്കാത്തതാണ്. കാരം പോയാൽ പിന്നെ ഉപ്പിന് ഒന്നിനും കൊള്ളുകയില്ല, പുറത്തിട്ട് ചവിട്ടാനേ കൊള്ളുള്ളൂ. നിങ്ങൾ ഈ ബൈബിളിനകത്ത് ലോത്തിന്റെ ഭാര്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോത്തിന്റെ ഭാര്യയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോത്തിന്റെ ഭാര്യ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പം എന്തായി മാറി? ഒരു തൂണായി മാറി, ഉപ്പ് തൂണായി മാറി. ദൈവം നമ്മുടെ ഉപ്പിന്റെ തൂണാകാനല്ല പറഞ്ഞത്, ദൈവം നമുക്ക് നമ്മുടെ ഉപ്പാകാനാണ് പറഞ്ഞത്. ഉപ്പിന്റെ തൂണായ നാട്ടുകാരുടെ മുമ്പിൽ മൊത്തം നീ സ്തംഭിച്ച് ഇങ്ങനെ നിൽക്കേണ്ടി വരും. നിന്നോട് ദൈവം പറഞ്ഞത് ജനത്തെ രുചിയിലേക്ക് കൊണ്ടുവരിക, ജനത്തെ ജീർണതയിൽ പുറത്തു കൊണ്ടുവരിക. അതുകൊണ്ട് ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ പുറത്തിട്ട് ചവിട്ടാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുകയില്ല. അർത്ഥാൽ നാം കാരമുള്ളവരായി ലോകത്തിന് രുചി വരുത്തുന്നവരായിരിക്കണം. എന്താണ് നമ്മുടെ രുചി? എന്താണ് നമ്മുടെ രുചി? ഈ പറഞ്ഞ വാക്യത്തിന്റെ മുകളിലുള്ള 9 ദിവ്യ സ്വഭാവങ്ങൾ പറഞ്ഞിരുന്നു, 9 ഭാഗ്യവർണ്ണനകൾ പറഞ്ഞിരുന്നു. ഈ 9 ഭാഗ്യവർണ്ണനകളാണ് ഒരു വിശുദ്ധന്റെ പ്രധാന രുചി. ഈ രുചിക്ക് മുമ്പ് നമ്മൾ ആരായിരുന്നു? ഈ രുചി വരുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു? നമ്മളൊരാളെ കിട്ടിയാൽ ചില ആൾക്കാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരാളെ കിട്ടിയാൽ എന്ത് ചെയ്യും? കൊന്നു കുഴി വെച്ചു കൊടുക്കും. കിട്ടിയാൽ നമ്മൾ വെറുതെ വിടുകയില്ല. എന്നാൽ ക്രിസ്തുവുമായിട്ട് സംയോജിപ്പിക്കപ്പെട്ടതോടെ, ക്രിസ്തുവിനാൽ നാം സംയോജിക്കപ്പെട്ടതോടെ നമ്മൾ ഈ ദേശത്തിന്, നമ്മൾ ഈ രാജ്യത്തിന്, സമൂഹത്തിന് രുചി വരുത്തുന്നവരായി മാറി.
ശ്രദ്ധിക്കണം നിങ്ങൾ. ഉപ്പിന്റെ രാസനാമം നിങ്ങൾ എടുത്താൽ സോഡിയം ക്ലോറൈഡ് എന്ന് കാണാം. സോഡിയം ക്ലോറൈഡ് എന്ന് കാണാം ഉപ്പിന്റെ രാസനാമം. എൻ്റെ ഈ മുറിയിലെ AC-ക്ക് എന്തോ കംപ്ലൈൻറ്റ് പറ്റി. അപ്പോൾ അതുകൊണ്ട് ഫാൻ ഇട്ടാൽ ഭയങ്കര സൗണ്ട്, ഫാൻ ഇട്ടില്ലെങ്കിൽ ചൂട് കൂടുതൽ, വേർക്കും ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പുറയിലേക്ക് കൈയിടുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഉപ്പ് കാരമില്ലാതെ പോയാൽ പുറത്ത് ചവിട്ടാനേ കൊള്ളുള്ളൂ. അത് പിന്നെയും കുഴപ്പമില്ല. ഇപ്പോൾ കാരമില്ലാതെ പോയി രുചിയില്ല, പുറത്തിട്ട് ചവിട്ടിയാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. ഈ സാധനത്തിൻ്റെ, ഈ ഉപ്പിൻ്റെ രാസനാമപ്രകാരം ഇതിനെ രണ്ടിനെയും കൂടെ വേർതിരിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിലിട്ടാൽ നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് നമുക്ക് സമയമാ രഥം പാടി നിങ്ങളെ പെട്ടിക്കകത്താക്കി എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ടുണ്ട് വരും. കാരണം രണ്ടും, സോഡിയവും അതെ, ക്ലോറൈഡും അതെ, നിങ്ങളെ അവസാനിപ്പിക്കുന്ന രണ്ട് മൂലകങ്ങളാണ്. അപ്പൊ അവസാനിപ്പിക്കുന്ന രണ്ട് മൂലകങ്ങളെ ഒരു പ്രത്യേക അളവിനകത്ത് ഒന്നാക്കി ചേർത്തപ്പോൾ അത് രുചി വരുത്തുന്നതായി മാറി. സോഡിയം ഒറ്റയ്ക്ക് നിന്നാൽ അത് കൊല്ലുന്നതാണ്. കേട്ടിട്ടുണ്ടോ സോഡിയത്തെ കുറിച്ച്? എടുത്ത് കഴിക്കുകയും ചെയ്തേക്കരുത് കേട്ടോ. ആര് കഴിക്കുകയാണെങ്കിൽ തന്നെ പറഞ്ഞിട്ടേ കഴിക്കാവൂ. സ്വത്രം ഞങ്ങൾക്ക്. ക്ലോറൈഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇത് രണ്ടും ഒറ്റയ്ക്ക് നിന്നാൽ ഇത് വ്യക്തികളെ, സമൂഹത്തെ ഇല്ലാതാക്കുന്നതാണ്. എന്നാൽ അത് ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ അത് ഒരുമിച്ച് ചേർത്തപ്പോ ഇതുവരെ മറ്റുള്ളവരെ കൊല്ലുന്ന രണ്ട് ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നപ്പോൾ അത് മനുഷ്യന് രുചി വരുത്തുന്നതായി മാറി. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ കർത്താവുമായിട്ട് ചേരുന്നത് വരെ ഒന്നുകിൽ നിങ്ങൾ സ്വയത്തിൽ ജീവിക്കുന്നവരായിരുന്നു, നിങ്ങളുടെ വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരായിരുന്നു. ചിലരങ്ങനെയാണ്, സ്വയത്തിന് ഭയങ്കര അമിതമായ പ്രാധാന്യതയുണ്ട്. ചിലർ ജഡത്തിൽ കേന്ദ്രീകരിച്ച് ജീവിക്കുന്നവരാണ്. ജഡ സ്വഭാവത്തിന്, ഭംഗിക്ക്, ചില സൗന്ദര്യത്തിന്, അവരുടെ ജഡത്തിന്റെ അടിമത്തങ്ങൾ, ജഡത്തിന്റെ സുഖം, വയറ്, പിന്നെന്തുവാ അവരുടെ പല ആഗ്രഹങ്ങൾ, ജഡത്തിന് അമിത പ്രാധാന്യം കൊടുത്ത് ജീവിക്കുന്നവരുണ്ട്. ചിലക്ക് ഈ വയറ് വിശപ്പൊന്നുമല്ല പ്രാധാന്യം, ഭംഗിയൊന്നുമല്ല പ്രാധാന്യം, അവർക്ക് ആളാകണം, ഞാനാകണം. ഇങ്ങനെ മനുഷ്യവർഗത്തെ രണ്ട് സ്വയകേന്ദ്രീകൃത വ്യക്തിത്വങ്ങളായിട്ട്, ഭാഗങ്ങളായിട്ട് കാണാം. ഒന്ന്, സ്വയത്തെ പ്രദർശിപ്പിക്കുന്ന വ്യക്തിത്വങ്ങൾ. രണ്ട്, ജഡസ്വഭാവത്തിന്റെ പുറകെ നടക്കുന്നവർ. ഇത് രണ്ടും കുടുംബത്തെയും ദേശത്തെയും മനുഷ്യരെയും കൊന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ആലോചിച്ചാൽ മതി, നിങ്ങളുടെ അകത്ത് സ്വയം വെളിപ്പെടുമ്പോൾ അല്ലെങ്കിൽ ജഡം വെളിപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു തകർച്ച ഉണ്ടാകാറില്ലേ? എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിങ്ങളുടെ അകത്ത് സ്വയം മരിപ്പിക്കപ്പെട്ട് ജഡം നിങ്ങളുടെ ക്രിസ്തുവിനോട് ചേർന്ന് ജഡത്തെ നിങ്ങൾ ദൈവാത്മാവിനാൽ ജയിച്ചാൽ സ്വയവും ജഡവും കൂടെ ദൈവാത്മാവിന് വിധേയപ്പെട്ട് ദിവ്യ സ്വഭാവത്തിലേക്ക് വന്നാൽ നിങ്ങളുടെ അകത്ത് വന്ന ക്രിസ്തുവിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ രുചിയായി മാറില്ലേ? ഒരു കാലത്ത് ഞാൻ മറ്റുള്ളവരെ കൊല്ലുന്നവനായിരുന്നു, ഒരു കാലത്ത് ഞാൻ മറ്റുള്ളവരെ മുറിപ്പിക്കുന്നവനായിരുന്നു, എന്നെ തൊട്ടാൽ മുറിവേക്കുമായിരുന്നു, എന്റെ വാക്കുകൾ അങ്ങനെയായിരുന്നു, എന്റെ സ്പർശനം അങ്ങനെയായിരുന്നു, എന്റെ പ്രവൃത്തികൾ അങ്ങനെയായിരുന്നു. എന്നാൽ സാക്ഷാൽ ഉപ്പായ, സാക്ഷാൽ വെളിച്ചമായ, സാക്ഷാൽ ജീവനായ യേശുമായി ഞാൻ ഒന്നായതിനാൽ സോഡിയവും ക്ലോറൈഡും ഒരുമിച്ച് ഒന്നാക്കപ്പെട്ടപ്പോൾ സോഡിയം ക്ലോറൈഡായി മാറിയ ഉപ്പ്, ആ ഉപ്പ് അനേകർക്ക് രുചി കൊടുക്കുന്നത് പോലെ നിങ്ങൾ പട്ടണത്തിന് രുചിയായി മാറുകയാണ്, നിങ്ങൾ കുടുംബത്തിന് രുചിയായി മാറുകയാണ്. ഞാനിത് തലേ കൈവച്ച് ദൂതല്ല പറയുന്നത്, പക്ഷെ വചനം അച്ചിട്ടായിട്ട് പറയുകയാണ്. ഒന്ന് ആമേൻ പറഞ്ഞേരെ കർത്താവിന്, ഒന്ന് നന്ദി പറഞ്ഞേരെ കർത്താവിന്. മറ്റുള്ളവരെ മുറിക്കുവാൻ കരുത്തുള്ള നാവുമായിട്ട് ജീവിച്ച ഞാൻ, മറ്റുള്ളവരെ മുറിക്കുവാൻ കരുത്തുള്ള സ്വഭാവമായിട്ട് ജീവിച്ചിരുന്ന ഞാൻ, ജഡത്തിൽ ആസ്വദിക്കണമെന്ന കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കാതിരുന്ന ഞാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടപ്പോൾ എന്നെ കർത്താവ് കൊല്ലുന്നവൻ എന്ന പദവിയിൽ നിന്ന് രുചി വരുത്തുന്നവനായി മാറ്റിയിരിക്കുകയാണ്. ഒരാമേൻ പറയാമെങ്കിൽ പറഞ്ഞോ, ഒരാമേൻ ശക്തിയോടെ പറയാമെങ്കിൽ പറഞ്ഞോ, ഒരാമേൻ ശക്തിയോടെ പറയാമെങ്കിൽ പറഞ്ഞോ. ഞാൻ ഇന്ന് ക്ലോറൈഡ് അല്ല, ഞാൻ ഇന്ന് സോഡിയം അല്ല, ഞാൻ ഈ ദേശത്ത് രുചി വരുത്തുന്നവനാണ്. ആമേൻ. ഒരാമേനെ കരമുയർത്തി പറയാമെങ്കിൽ ഉറപ്പോടെ കർത്താവിന് പറഞ്ഞേര്, ഉറപ്പോടെ കർത്താവിന് പറഞ്ഞേര്. അതെ, നിങ്ങൾ രുചി വരുത്തുന്നവരാണ്, നിങ്ങൾ രുചി വരുത്തുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ രുചി എങ്ങനെയാ അറിയുന്നേ? ചിലരുടെ ചിന്ത ഈ അന്യഭാഷ പറയുന്നതിലൂടെയാണ് നാട്ടുകാർ രുചി അറിയുന്നതെന്നാ. നാട്ടുകാരോട് അന്വേഷിച്ചു അന്യഭാഷ പറയുന്ന ആൾക്കാരുണ്ട്. എന്തോ ചെയ്യാനാ?
പറഞ്ഞു, നിങ്ങൾ അന്യഭാഷ പറഞ്ഞു, നിങ്ങൾ അന്യഭാഷയും പറഞ്ഞു, പ്രവചനവും പറഞ്ഞു, നിങ്ങൾ രോഗശാന്തി ചെയ്യണം, നിങ്ങൾ അത്ഭുതങ്ങൾ നടത്തും, ഇതൊക്കെ വേണം. ഇതെല്ലാം നടത്തിയിട്ടും നിങ്ങളുടെ സംസാരത്തിൽ ഉത്കണ്ഠകളും ആശങ്കകളും വ്യാകുലതയും നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന യേശുവിനെ അവർ ചിലപ്പോൾ സ്വീകരിക്കില്ല കേട്ടോ. ഞാനീ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ. ഞാനൊന്നുകൂടെ പറയാം. നിങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, കർത്താവിൽ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ചിലപ്പോൾ അപ്പം തന്നെ അത്ഭുതമൊക്കെ മുടക്കും, അപ്പം തന്നെ വഴികളൊക്കെ തുറക്കും. പക്ഷെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഉത്കണ്ഠയെ പറയുള്ളൂ, വ്യാകുലതയെ പറയുള്ളൂ, ആശങ്കയെ പറയുള്ളൂ. എൻ്റെ ജോലി എങ്ങാനും പോകുകയാവോ, എൻ്റെ കുടുംബം എങ്ങാനും തകരുകയാവോ, എൻ്റെ ഭർത്താവ് എന്നെ ചതിക്കുകയാവോ, എൻ്റെ ഭാര്യ എന്നെ ഇട്ടേച്ച് പോകുകയാവോ, എല്ലാം സംശയം. പക്ഷെ പ്രാർത്ഥിക്കാതിരുന്നാൽ ഘട്ട പട്ട എന്ന് പറഞ്ഞാൽ അന്യഭാഷ വരും. അത് മാത്രമല്ല, വേണമെങ്കിൽ വചന വെളിപ്പാട് പറയുകയും ചെയ്യും. അപ്പം നമ്മുടെ സ്പിരിച്വൽ തലത്തിലുള്ള നമ്മളുടെ അനുഭവങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ജനം നോക്കുന്നത് നമ്മുടെ അന്യഭാഷയല്ല കേട്ടോ. ജനം നോക്കുന്നത് നിങ്ങളുടെ കൈക്കകത്തൂടെ വെളിപ്പെടുന്ന അത്ഭുതങ്ങൾ മാത്രമല്ല. വരണം, അത്ഭുതം വേണം കേട്ടോ. ഞാൻ ഒരു ഭാഗം സ്ട്രെസ് ചെയ്യാൻ വേണ്ടി മറുഭാഗത്തുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. സജിപാഷ് അത്ഭുതത്തിനെതിരാണ്, എന്നെപ്പോലെ അത്ഭുതം കൊതിക്കുന്ന ആൾ ലോകത്താരുമില്ല. അത്രയധികം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. പ്രവചന ശുശ്രൂഷ, എല്ലാ വരങ്ങൾ, ഓഫീസുകൾ എല്ലാം തുറക്കണം. പക്ഷേ മറുഭാഗം നിങ്ങൾ അറിയണം, ഇതെല്ലാം തുറന്നിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന നേരത്ത് ഞാനീ പോകുന്ന വഴിക്ക് ചത്തുപോകാവോ? അപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർ എന്താ പറയുക? അപ്പൊ നിങ്ങൾ മിനിസ്ട്രിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന അവസ്ഥകളുടെ നടുവിൽ ഉത്കണ്ഠയില്ലാത്തവരായി നിൽക്കണം, ആശങ്കയില്ലാത്തവരായി നിൽക്കണം, വ്യാകുലമില്ലാത്തവരായി നിൽക്കണം. ഈ വ്യാകുലമില്ലാത്തവരുടെ, ആശങ്കയില്ലാത്തവരുടെ, ഉത്കണ്ഠയില്ലാത്തവരുടെ വാക്കുകൾ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഈ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തിയുമായിട്ട് കുറച്ചു നേരം സംസാരിക്കേണ്ടി വന്നു. അപ്പം ഈ വ്യക്തി കർത്താവുമായിട്ട് ഇച്ചിരി ആഴത്തിലടുത്ത വ്യക്തിയാണ്. അപ്പം ഞാൻ ഈ ട്രാഫിക്കിലൊന്നും പെട്ടാൽ പ്രാർത്ഥിക്കാറൊന്നുമില്ല. അപ്പം എൻ്റെ ചിന്ത, ട്രാഫിക്കിൽ പെട്ട് കഴിഞ്ഞാൽ കാറ് മാറിപ്പോകാതെ അല്ലെങ്കിൽ മുമ്പിലുള്ള വാഹനം മാറിപ്പോകാതെ എങ്ങനെ നമ്മൾ പോകും? അപ്പം അതുകൊണ്ട് ട്രാഫിക്കൊന്നും വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാറില്ല. അപ്പം ഈ വ്യക്തിയുമായിട്ട് ഞാൻ ഇപ്പോഴല്ല, ചില നാൾക്ക് മുമ്പത്തെ കാര്യം പറയുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അല്ലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും വചനത്തിന്റെ സംശയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ഈ വ്യക്തി പറയുന്നത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. അപ്പം ഞാൻ ഇത് എന്നോടാണ് മാറിപ്പോകാൻ പറയുന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചെയ്ത് എന്തോ മാറിപ്പോകാൻ പറഞ്ഞു. അല്ല, മുമ്പിൽ മൊത്തം ട്രാഫിക്, എനിക്ക് കറക്റ്റ് ജോലി സ്ഥലത്ത് എത്തണം. 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ 5:55 ആൾക്ക് ജോലി സ്ഥലത്ത് എത്തണം. അപ്പൊ അതിനിടയിൽ ട്രാഫിക് വരാൻ പാടില്ല. അപ്പൊ ട്രാഫിക് വന്നാൽ പോലും അകത്തോ അയ്യോ ഞാൻ എത്തുമോ? അപ്പൊ ഞാനാണെങ്കിൽ ചിന്തിക്കുക എങ്ങനെയാണ്, ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു, ജോലി സ്ഥലത്ത് അല്ലെ ഒരു മീറ്റിങ്ങിന് വേണ്ടി പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇന്ന് രാവിലെ ഞാൻ ഹോളിൽ കാണുന്നതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പട്ടിക്കാട് കഴിഞ്ഞ് തെക്കുംപാടം ചുവന്ന മണ്ണിലാണ് യൂട്ടേൺ എടുക്കേണ്ടത്. എൻ്റെ അപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ എന്തോ ഒരു കാര്യം സംസാരിച്ചൊരു ഫോൺ വന്ന് ഞങ്ങൾ പെട്ടെന്ന് തെക്കുംപാടം എത്തിയപ്പോൾ അവിടെ പാലത്തിൻ്റെ പണി നടക്കുന്നത് കണ്ടു. അതിനപ്പുറത്ത് കൂടെ യൂട്ടേൺ എടുത്ത് തിരിച്ചിങ്ങോട്ട് പോന്നു. ഇനി ഒരു കിലോമീറ്റർ കൂടെ പോയാലേ ചുവന്ന മണ്ണ്. ഫോൺ വിളിയിൽ സംസാരിച്ചിട്ട് അപ്പച്ചൻ വണ്ടിയിലുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, വേറൊരു ഫോണും ഉണ്ട്. പക്ഷേ ഈ ഫോൺ വിളിക്കകത്ത് പെട്ട് ഞാൻ വഴി തിരിഞ്ഞിങ്ങ് പോന്നു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം നമ്മളുടെ ആശങ്കകൾ, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മൾ എത്ര മിനിസ്ട്രി ചെയ്താലും നമ്മിലൂടെ ഇത് വെളിപ്പെടും. ഇത് വെളിപ്പെടുമ്പോൾ ഇത് കാണുന്നൊരു ജനമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന സാരാംശം എന്താ? നിങ്ങളായിരിക്കുന്ന സമൂഹത്തിന്റെ നടുവിൽ നിങ്ങൾ നിൽക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറയുന്ന യേശു 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 എന്ന് പറയുന്നത് മാത്രമല്ല ടേസ്റ്റ്. നിങ്ങൾ എങ്ങനെയാ അവിടെ നിൽക്കുന്നേ? നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ എങ്ങനെയാ? നിങ്ങളുടെ സംസാരം എങ്ങനെയാ? നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയാ? നിങ്ങളുടെ മേലധികാരികൾ എങ്ങനെ സംസാരിക്കുന്നു? നിങ്ങളുടെ ചുറ്റുമുള്ള രോഗികളോട് നിങ്ങൾ എങ്ങനെ ഇടപെടുന്നു? നിങ്ങളുടെ ചുറ്റുമുള്ള ജോലിക്കാരെ നിങ്ങൾ എങ്ങനെ ഇടപെടുന്നു? മുകളിൽ പറഞ്ഞ 9 ഭാഗ്യ പദവികളിലുള്ള സ്വഭാവങ്ങൾ നിങ്ങളിവിടെ വെളിപ്പെടുന്നുണ്ടോ? എന്താണ് പറഞ്ഞത്? ആത്മാവിൽ നിങ്ങൾ ദാരിദ്ര്യത്തോടെയാണോ നിൽക്കുന്നത്? ദുഷിച്ച ലോകത്തിനു വേണ്ടി നിങ്ങൾ കരയുന്നുണ്ടോ?
സൗമ്യത, മനസ്സോടെ സഹിക്കുന്നൊരു പ്രകൃതി നിങ്ങളുടെ ജോലി സ്ഥലത്തുണ്ടോ? നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ ഉപ്പായി മാറുക. നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയണ്ട, ഇവളൊരു വ്യത്യസ്തയാണ് കേട്ടോ, അവരിങ്ങോട്ട് പറയും. അവളുടെ സൗമ്യത കണ്ടോ, ഞങ്ങളുടെ ആ മേലുദ്യോഗസ്ഥൻ എന്തു പറഞ്ഞിട്ടും അവൾ അവന്റെ നടുവിൽ സഹിച്ചു നിൽക്കുന്ന. നിങ്ങൾ എൻ്റെ കൂടെ, ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ കേട്ടതിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട് ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾ നിലവാരത്തിന് വേണ്ടി ദാഹിക്കുന്നവളാണോ? നിലവാരത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണോ? അപ്പോൾ ദുഃഖിക്കുന്നവര്, സൗമ്യതയുള്ളവര്, നീതിക്ക് വിശുദ്ധത ദാഹിക്കുന്നവര്, ആരെ കണ്ടാലും കരുണ കാണിക്കുന്നവര്, ഹൃദയശുദ്ധിയുള്ളവര്, എന്തിന്റെ മടുവിലും പീഡ സഹിച്ച് സന്തോഷത്തോടെ നിൽക്കുന്ന നിന്റെ നിൽപ്പ് കാണുമ്പോ ചുറ്റുമുള്ളവര് പറയും ഇതൊരു വ്യത്യസ്ത വ്യക്തിയാണ്, ഇവൾ രുചി വരുത്തുന്നവളാണ്, ഇവൻ രുചി വരുത്തുന്നവനാണ്. ഒരാമൻ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ശക്തിയോടെ പറഞ്ഞോ. ഞാൻ ഉറപ്പോടെ പറയും, 9 വിധ അനുഗ്രഹങ്ങൾ രാജ്യജനത്തിന്റെ സ്വഭാവമായി മാറുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാ പറയും, അവരെ നോക്കിക്കൊണ്ട് യേശു പറയും, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. സ്തോത്രം. ഇത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും നിങ്ങളെ നോക്കി പറയും കേട്ടോ, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിന്റെ ഉപ്പാണ്. അപ്പോൾ 9 സ്വഭാവ സവിശേഷതകൾ നിങ്ങളുടെ ആർജിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുക. ആർജിക്കപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ വെളിച്ചമായി മാറുകയാണ്. സ്തോത്രം. ഞാൻ അതുകൊണ്ട് ആ ഭാഗം പറഞ്ഞു. 14 കൂടെ പറഞ്ഞില്ലെങ്കിൽ ഇനി ഞാൻ ഈ ഭാഗം എടുക്കുകയല്ല, 14 കൂടെ പറയാം. ഒന്ന് വായിച്ച് പിന്നെ 14 വാക്യോടെ ഉപ്പാണ് വെളിച്ചമാണ്, ഉപ്പാണ് വെളിച്ചമാണ്. 14 വാക്യോടെ എടുത്ത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ സാധ്യമല്ല. വിളക്ക് കത്തിച്ച പറയിൻ കീഴിലല്ല തണ്ടിന്മേലാണ് വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. ആദ്യ വാക്യത്തിൽ പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇവിടെ പറയുകയാണ് മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. അപ്പൊ വെളിച്ചത്തെ കർത്താവ് രണ്ടാമത് ഉപമിക്കുന്നത് മലമേലിരിക്കുന്ന ഒരു പട്ടണമായിട്ടാണ്. മൂന്നാമത് പറയുകയാണ് വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ എത്ര വെക്കുന്നവർ, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. 1 വീട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം, 2 നാട്ടിൽ പ്രകാശിക്കുന്ന വെളിച്ചം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാനപ്പോൾ അതൊന്നുകൂടെ പറയാം. 1 മലമേലിരിക്കുന്ന പട്ടണം അത് മറഞ്ഞിരിക്കുകയല്ല, അത് രാജ്യത്തിന് വെളിച്ചമാണ്. 2 രാജ്യത്തിന് വെളിച്ചമായിട്ടാണ് ആദ്യം പറയുന്നതെങ്കിൽ രണ്ടാമത് പറയുന്നത് കർത്താവ് പറയുകയാണ് നിങ്ങൾ വീട്ടിനകത്ത് വെളിച്ചമാണ്. ഉപ്പ് രുചി വരുത്തുന്നതും ജീർണിപ്പിക്കാത്തതുമാണ്. എന്നാൽ വെളിച്ചം ജീർണിപ്പിക്കാത്തതല്ല, വെളിച്ചം ദ്രവിച്ചു പോകാതെ സൂക്ഷിക്കുന്നതല്ല, വെളിച്ചം വസ്തുതകളെ കൃത്യമായി കാണിച്ചു തരുന്നതാണ്. വെളിച്ചമില്ലെങ്കിൽ യാഥാർത്ഥ്യം നിങ്ങൾ അറിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വെളിച്ചമില്ലെങ്കിൽ ജനം സത്യം അറിയില്ല. വെളിച്ചമില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള കുഴി നിങ്ങൾ അറിയില്ല. വെളിച്ചമില്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലുള്ള ഘടകങ്ങൾ നിങ്ങൾ അറിയില്ല. വെളിച്ചമില്ലെങ്കിൽ ഒരു യാത്ര ചെയ്യേണ്ട വഴി നിങ്ങൾ അറിയില്ല. വെളിച്ചമാണ് നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങളെ നിങ്ങളുമായി കണക്ട് ചെയ്യുന്നത് വെളിച്ചമാണ്. കണ്ണുണ്ടായിട്ട് കാര്യമില്ല, വെളിച്ചം ഉണ്ടാകണം. അപ്പൊ വെളിച്ചമില്ലെങ്കിൽ ജനം യാഥാർത്ഥ്യം അറിയില്ല. യാഥാർത്ഥ്യം ക്രിസ്തുവില്ലേ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ഈ ജനം ടേസ്റ്റ് മാത്രം അനുഭവിച്ച പോരാ, ടേസ്റ്റ് അനുഭവിക്കുന്നത് എന്റെ സ്വഭാവത്തിലൂടെ. ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ ഇടപെടലിലൂടെ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങളുടെ പഠന സ്ഥലത്തും നിങ്ങൾ ഉപ്പായി മാറുമ്പോൾ ദൈവം നിങ്ങളെ ഉപ്പ് മാത്രമല്ല ആക്കുന്നത്, ദൈവം നിങ്ങളെ വെളിച്ചങ്ങളാക്കുകയാണ്. എന്തിനാണ് വെളിച്ചമാക്കുന്നത്? വെളിച്ചമായാലേ, നിങ്ങൾ വെളിച്ചമായാലേ സാക്ഷാൽ വെളിച്ചമായ യേശുവിനെ അവർക്ക് കാണാൻ പറ്റുള്ളൂ.
ഞാൻ ഈ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് അറിയാനാണ് ഞാൻ നിർത്തി പോകുന്നത്. അപ്പം നിങ്ങൾ മലമേലിരിക്കുന്ന പട്ടണം ലോകത്തിന് വെളിച്ചമാണ്. വീട്ടിൽ വെച്ചിരിക്കുന്ന വിളക്ക് വീടിന് വെളിച്ചമാണ്. ഒന്ന്, പുറം ലോകത്തിന് നിങ്ങൾ വെളിച്ചമാണ്. രണ്ട്, നിങ്ങളുടെ ഭവനത്തിന് നിങ്ങൾ വെളിച്ചമാണ്. പുറം ലോകത്തുള്ളവരെ യഥാർത്ഥ ക്രിസ്തുവിലേക്കും യഥാർത്ഥ ക്രിസ്തു കേന്ദ്രീകൃതമായ വളർച്ചയിലേക്കും നടത്തുവാൻ ദൈവം വെച്ചിരിക്കുന്ന വെളിച്ചമാണ് നിങ്ങൾ. ഒരാമേനൊക്കെ പറയാമെങ്കിൽ പറഞ്ഞു കേട്ടോ. ശകരാധനാധന. അപ്പൊ മറഞ്ഞിരിക്കുന്ന വെളിച്ചമുണ്ട്, മറയ്ക്കപ്പെടാത്ത വെളിച്ചമുണ്ട്. മലമേലിരിക്കുന്ന വെളിച്ചം ലോകം മൊത്തം കാണും. പക്ഷെ ഭവനത്തിനകത്ത് വെച്ച വെളിച്ചം നാട്ടുകാരെല്ലാം കാണുകയില്ല, ഭവനത്തിലുള്ളവരെ കാണുകയുള്ളൂ. അപ്പൊ ദൈവം മറച്ചു വെച്ച വെളിച്ചങ്ങളുണ്ട്, ദൈവം പുറത്തു വെച്ച വെളിച്ചങ്ങളുണ്ട്. ഹലോ, ദൈവം നിങ്ങളെ മറച്ചു വെക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ പുറത്തു വരാൻ നോക്കണ്ട. നിങ്ങൾ ചിലപ്പോൾ ഒരു ഭവനത്തിന്റെ വെളിച്ചമായിരിക്കും, ചിലപ്പോൾ ഒരാളെ ആയിരിക്കാം നിങ്ങളിലൂടെ ദൈവം വെളിച്ചത്തിലേക്ക് യാഥാർത്ഥ്യത്തിലേക്ക് മടത്താൻ ആഗ്രഹിക്കുന്നത്. അത് മതി. ചിലപ്പോൾ ഒരു കുടുംബത്തെ ആയിരിക്കാം. ചിലരകത്തുള്ള വിഷമം എന്തറിയുമോ? അയ്യോ, ബെന്നിഗിൻ ലക്ഷങ്ങളെ കർത്താവിന് വേണ്ടി നേടി. ബോംഗെ ആണെങ്കിൽ അയ്യോ ഒരു ഭൂഖണ്ഡത്തെ മൊത്തം നേടി. എനിക്ക് ആരെയും നേടാൻ പറ്റിയില്ല, എനിക്ക് ആകെ കൂടെ ഒരാളെ ആ ഒരാളെ നേടിയാൽ മതി. ചിലപ്പോ ബെന്നിഗിനേക്കാളും ബോംഗിയേക്കാളും ദൈവം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിന്നെ ആയിരിക്കും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളിക്കുക. കാരണം നമുക്കറിയില്ല ഏൽപ്പിച്ചത് മൊത്തം തികച്ചോന്ന്. നമ്മൾ കാണുന്നത് ലക്ഷങ്ങളെ നേടിയ ബെന്നിഗിനെയാണ്, നമ്മൾ കാണുന്നത് ലക്ഷങ്ങൾ നേടിയ ബോംഗെയാണ്. നമ്മൾ കാണുമ്പോൾ ലക്ഷങ്ങൾ നേടിയവർ ദൈവം പറഞ്ഞത് മുഴുവൻ നിവർത്തിച്ചോ? ആർക്കറിയാം? അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവരുമായി നീ നിന്നെ തുലനം ചെയ്യരുത്. ആമേൻ പറ, ആമേൻ ഉറച്ചു പറ. കർത്താവിന് നിന്നെ ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് പുറം ലോകത്തിന് വെളിച്ചമായിട്ടാണെങ്കിൽ പുറം ലോകത്തിന് അല്ല, നിങ്ങളായിരിക്കുന്ന ഭവനത്തിനാണെങ്കിൽ ഭവനത്തിന് എന്തിനാണോ ദൈവം കണ്ടത് അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ആയുസിനൊരു സ്റ്റേജിൽ നിൽക്കാൻ ചിലപ്പോൾ ഭാഗ്യം ലഭിച്ചെന്ന് വരില്ല കേട്ടോ. ഞാൻ സഹോദരിമാരോട് പറയുക, പ്രായമുള്ളവരോട് പ്രത്യേകിച്ച് പറയുക, നിങ്ങൾക്കൊരു പുൾപിറ്റ് നിൽക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, നിങ്ങൾ പ്രസംഗിച്ചിട്ട് ഒറ്റയാൾ വിശ്വാസി വന്നുകൊള്ളണമെന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങളെ ദൈവാക്കി വെച്ചിരിക്കുന്ന ഭവനത്തിനകത്ത് പ്രാർത്ഥനാ മുറിയിൽ ജ്വലിക്കുന്ന ഒരു വെളിച്ചമായി നിങ്ങൾ നിൽക്കാമെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ ആയിരിക്കും ദൈവം പ്രതിഫല വിഭജന സദസ്സിൽ വിളിക്കുന്നത്. നല്ലവളും വിശ്വസ്തയുമായ എൻ്റെ ദാസിയെ എന്ന് വിളി കേൾക്കുന്ന നിങ്ങളാണ്. ഇന്ന് ഇങ്ങനെ വലിയ സൂട്ട്, ഞാൻ ആർക്കും എതിരല്ല കേട്ടോ, ഞാൻ താരതമ്യം പറയുകയാണ്. ഇന്ന് സ്റ്റേജുകളിലേക്ക് ഓടുന്നവരെ തമ്പുരാൻ അന്ന് നല്ലവരായ ദാസന്മാരെ എന്ന് വിളിക്കുമെന്ന് എനിക്കറിയില്ല, എന്നെ അടക്കം ചേർത്ത ഞാൻ പറയുന്നത്. എന്നാൽ ആരും ഭവനങ്ങളുടെ അകത്ത് ദൈവാത്മാവിനാൽ മറച്ചു വെക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ട് കേട്ടോ. അവനെല്ലാം ഒരു ദിവസം പുറത്തു വരുമെന്ന്. ദൈവത്തിന്റെ നീതിനായ കോടതിയുടെ മുമ്പാകെ നാം നിൽക്കുന്ന നിൽപ്പിൽ അവൻ നമ്മെ നല്ലവരായ ദാസന്മാരെ എന്ന് വിളിക്കട്ടെ. നീ ഒരിക്കലും അടർന്നു പോകരുത്, നീ ഒരിക്കലും നിരാശപ്പെട്ടു പോകരുത്, നീ ഒരിക്കലും തകർന്നു പോകരുത്. ലോകത്തിന് സ്വഭാവത്താൽ രുചി വരുത്തുന്ന ഉപ്പാണ് നീ. മറുഭാഗത്ത് നിന്റെ ചുറ്റുമുള്ള ഇരുട്ടിൽ കിടക്കുന്ന, പാപത്തിൽ കിടക്കുന്ന, ലക്ഷ്യബോധമില്ലാതെ അലയുന്നവരെ ക്രിസ്തുവിലേക്ക് തിരിക്കുന്ന വെളിച്ചമാണ് നീ. നീ അവിടെ നിന്നാ മതി, നീ അവിടെ നിന്ന് ജ്വലിച്ചാ മതി. വെളിച്ചപ്പന്റെ പ്രത്യേകത, വിളക്കിന്റെ പ്രത്യേകത, അത് കത്തി 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 അതൊരു മെഴുകുതിരിയാണെങ്കിൽ അത് ഉരുകി 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 അത് തീരുന്നോറും അത് തീരുന്നത് വരെ അത് വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുക. തീരുന്നത് വരെ, ജീവിതം തീരുന്നത് വരെ, കർത്താവ് നമ്മെ വിളിക്കുന്നത് വരെ ഉപ്പായി വെളിച്ചമായി ഈ ഭൂമിയിൽ ശോഭിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. പുറലോകത്തിനും അകലോകത്തിനും ഒരുപോലെ വെളിച്ചം കൊടുക്കുന്ന വെളിച്ചങ്ങളായിട്ട് നമുക്ക് മാറാം. അതിനിടയിൽ ഒറ്റ വാക്ക് വായിച്ച് അവസാനിപ്പിക്കുക, 2 വാക്യം കാണിച്ച് അവസാനിപ്പിക്കുകയാണ്. അതിനിടയിൽ നിങ്ങളുടെ ചിന്താമണ്ഡലം വ്യാകുലതകളാലും വിചാരങ്ങളാലും മൂടപ്പെടരുത്. ഉപ്പിന്റെ പ്രത്യേകത, ഉപ്പ് പ്ലാസ്റ്റിക് കവറിലിട്ട് കൊടുക്കരുത്. അതായത് ഈ പ്ലാസ്റ്റിക് കവറിൽ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ടിരുന്നല്ല, കവറ് പൊട്ടിക്കണം, കൂട് പൊട്ടിക്കണം. ഉപ്പിന് കവറും കൂടൊന്നുമില്ല കേട്ടോ. ഉപ്പിന് വ്യാകുലതയില്ല, ഉപ്പിന് വിചാരമില്ല, വെളിച്ചത്തിന് വിചാരമില്ല. കത്തി 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 അത് അവസാനിക്കുമ്പോഴും അത് അവസാനത്തെ ഘടകം കത്തി തീരുന്നത് വരെ, അവസാനത്തുള്ളി എണ്ണ തീരുന്നത് വരെ വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുക. അയ്യോ ഞാൻ തീരുകയാണെന്നുള്ള ചിന്തയില്ല. നിങ്ങൾ വ്യാകുലപ്പെടാത്തവരാണെങ്കിലേ നിങ്ങൾക്ക് ടേസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതാണത്. ആ വാക്യം ഒന്ന് വായിച്ച് അവസാനിപ്പിക്കാം.
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തു ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്യരുത്? എന്തു തിന്നും, എന്തു കുടിക്കും, എന്തു ഉടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. വിചാരപ്പെട്ടാൽ നിന്റെ ടേസ്റ്റ് പോകും. നീ വ്യാകുലപ്പെടുന്നത് നിന്റെ ടേസ്റ്റിനെതിരാണ്. ഞാൻ ഈ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം എന്താ? ഉള്ള പ്രശ്നവും ഇല്ലാത്ത പ്രശ്നം മൊത്തം തലയിലാണ്. ഹലോ, ഉള്ള പ്രശ്നവും ഇല്ലാത്ത പ്രശ്നം മൊത്തം തല കയറ്റി വെച്ചേക്കുക. നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ വിചാരിക്കുന്നത് എന്തോ കടന്നിൽ കുത്തിയതാണെന്ന്. കടന്നിൽ കുത്തിയൊന്നുമല്ല, തലയ്ക്കകത്ത് ചിന്ത കയറിയതാ. മുഖം ഇങ്ങനെ ഭാരത്താൽ നകഞ്ഞു നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല, അകത്ത് ചിന്ത കയറിയതാ. നമ്മൾ പറയുന്നത് ലോകത്തിന്റെ വെളിച്ചമാണ്, ലോകത്തിന്റെ ഉപ്പാണ്. ഈ വ്യക്തിയെ ഒന്ന്, എൻ്റെ കർത്താവ്, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പം നമ്മുടെ അകത്ത് ഉത്കണ്ഠ കയറി, നമ്മുടെ അകത്ത് ആശങ്ക കയറി, വ്യാകുലത കയറി, വിചാരം കയറി, തകരാനല്ല, മൂടപ്പെടാനല്ല ദൈവം വിളിച്ചത്. നിന്നെ ടേസ്റ്റ് ആകാൻ വിളിച്ചേക്കുക. ഇപ്പൊ ഉപ്പിന്റെ പ്രത്യേകത എന്താ അറിയോ? ഇന്നലെ ഞാൻ 1.5 കിലോ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ 1.25 കിലോ ഉള്ളൂ. ഞാൻ അലിഞ്ഞില്ലാതാകുക. ഉപ്പിന്റെ പ്രത്യേകത, ഉപ്പ് അലിഞ്ഞില്ലാതാകുമ്പോൾ ഉപ്പിന് ടെൻഷൻ ഇല്ലാത്ത, ഞാൻ ഈ എങ്ങനെയും ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിനെ കുറിച്ചും നീ വ്യാകുലപ്പെടാത്ത തലത്തിലേക്ക് വളരുമ്പോഴാണ് നീ ഉപ്പായി മാറുന്നത്. ഇനി ചോദിച്ചത്, ഞാൻ ഉപ്പാണെന്ന് ചോദിച്ചു നോക്കിയേ. ആരോടെ ചോദിക്കുക? ആരോടെ ചോദിക്കണ്ടേന്ന്? നിങ്ങൾ ഉപ്പാണെന്ന് ആരോടെ ചോദിക്കണ്ടേ? ഇന്ന് രാത്രി കിടക്കാൻ മുമ്പ് ചോദിക്കണം, ഭർത്താവിനോട് ചോദിക്കണേ. ആച്ചാ, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നു? സോഡിയം ആണോ, ഞാൻ ക്ലോറൈഡ് ആണോ, ഞാൻ അതോ ഉപ്പാണോ, എന്തായിട്ടാണ് എന്നെ തോന്നുന്നത് എന്നൊന്ന് കിടക്കുന്നേക്കാൾ മുമ്പ് വീട്ടിൽ അച്ഛനോടോ അച്ചാത്തിയോടോ മക്കളോടോ ആരോടെങ്കിലും ചോദിക്കണം കേട്ടോ. എനിക്ക് ഒരു പേരിടാനാണെങ്കിൽ എൻ്റെ ഈ വചനപ്രകാരം എന്നെ എന്തായിട്ടാണ് നിങ്ങളുടെ അകത്ത് തോന്നുന്ന വീക്ഷണം, അവരത് വീക്ഷണം ശരിയായിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞു വന്നൊരു സാരാംശം, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഉപ്പായിട്ടാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വെളിച്ചമായിട്ടാണ്. അത് ഒറ്റയ്ക്കല്ല, ദൈവം നമ്മളെ ഒരു ശരീരമായിട്ട് വിളിച്ചിരിക്കുകയാണ്. നമ്മൾ ലോകത്തിന്റെ 5 വൻകരകളിൽ 5 ഭൂഖണ്ഡങ്ങളിൽ എത്രയോ രാജ്യങ്ങളിൽ ഇരുന്നാണ് നമ്മൾ ഒരുമിച്ച് ദൈവത്തിന്റെ വചനം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചുപേരായിട്ട് ഇത് കേൾക്കുന്നു. പിന്നത്തെ പല ആൾക്കാരും ഇതിന്റെ ഓഡിയോ, വീഡിയോ, ഇതിന്റെ യൂട്യൂബ് ഒക്കെ കേൾക്കുന്നവരുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് കർത്താവ് ഒരു ശരീരമാക്കുകയാണ്. ഒന്നിനെ കുറിച്ച് നമുക്ക് ആകുലം ഉണ്ടാകില്ല. ജോലിയോ, ജോലി കിട്ടി പോയാ പോയി. കുടുംബം, എന്റെ കുടുംബം എവിടെ തകരാൻ? ഒരാൾക്ക് തകർക്കാൻ പറ്റുകയില്ല. മക്കളോ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കപ്പെടില്ല. ലോകത്ത് ആരനുഗ്രഹിക്കപ്പെടുക? നിങ്ങളുടെ കാര്യം പറയണേ. നിങ്ങൾ ഉറപ്പുള്ളവരായി മാറും, നിങ്ങൾ ധൈര്യമുള്ളവരായി മാറും. നിങ്ങൾ നെഗറ്റീവ് പറയുകയില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റുകയില്ല. കാരണം നിങ്ങളുടെ അകത്തിരിക്കുന്നവനാരാ? നിങ്ങളുടെ അകത്തിരിക്കുന്നവൻ ക്രിസ്തുവാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ മുമ്പിൽ ശോഭിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തി കണ്ട് ജനം ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങും. അതാണ് ആ വാക്യം വായിച്ചു നിർത്താം നമുക്ക്. 5-ാം അധ്യായത്തിന്റെ 15-16 വാക്യം വായിച്ച് 5-ാം അധ്യായം, പിന്നെ 15-16 വാക്യം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 15-16 വാക്യം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേൽ അത്രേ വയ്ക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അപ്പൊ കെട്ടുപോയ വിളക്ക് പറയുടെ കീഴിൽ കൊണ്ട് വെക്കുക, കത്തുന്ന വിളക്ക് പറയുടെ തണ്ടിന്റെ മുകളിൽ കെട്ടി വെക്കുക. വ്യാകുലപ്പെടുന്നുണ്ടോ? പറയുടെ കീഴിൽ കയറിയിരിക്കുക. അവിടെ അങ്ങനെ ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. 16 വാക്യം. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട്. ആ വാക്യം ഒന്ന് പറയാമോ? ആ വാക്യം മൈക്ക് അൺമ്യൂട്ട് ചെയ്തിരിക്കുന്നവരാണെങ്കിലും മ്യൂട്ട് ചെയ്തിരിക്കുന്നവരാണെങ്കിലും ഒന്ന് പറയാമോ? ആ വാക്യം എന്ന് പറയാം, മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥരായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടവന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ വെളിച്ചം പ്രകാശിക്കുന്നത് എങ്ങനെയാണ്?
നിങ്ങളാകുന്ന വെളിച്ചം പ്രകാശിക്കുന്നത് എങ്ങനെയാണ്? എവിടെയാണ് വെളിച്ചം പ്രകാശിക്കുന്നത്? ഒരാൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറ. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ നടുവിലാണ് പ്രകാശിക്കുന്നത്. അത് വീട്ടിലാണ് വെച്ചിരിക്കുന്നെങ്കിൽ വീട്ടിൽ, അത് പട്ടണത്തിലാണെങ്കിൽ പട്ടണത്തിൽ, അത് രാജ്യത്തിലാണെങ്കിൽ രാജ്യത്ത്. എങ്ങനെയാണ് പ്രകാശിക്കുന്നത്? നല്ല പ്രവൃത്തികളെ കണ്ട്. നമ്മൾ ചിന്തിച്ചത് ഗ്ലോറി ടു ഗോഡ്, ഫയർ. അതൊക്കെ ഇറങ്ങോട്ടോ, ഫയറൊക്കെ ഇറങ്ങുന്ന ഫയർ അല്ല പ്രകാശനം. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഫയർ ഉണ്ടോ എന്നുള്ളതാണ്. ഫയർ ഉണ്ടാകുന്ന അല്ല, ഫയർ ഇറങ്ങി വരുന്ന ഒരു കൂട്ടര്, ഫയർ ഇറങ്ങി വരില്ല എന്ന് മറ്റൊരു കൂട്ടര്, ഫയറിനെ ഫയറായി കളിയാക്കുന്നവര്. എന്തൊക്കെ പരിപാടിയാണെന്നറിയോ മക്കളെ? അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങി വരും കേട്ടോ. ഞാൻ ഫയർ എന്ന് പറയുമ്പോൾ ഇറങ്ങി വരും എനിക്കറിയാല. അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ തേജസ് അവന്റെ സഭയുടെ മേൽ, അവന്റെ ജനത്തിന്റെ മേൽ ഇറങ്ങി വരും. അത് അനുഭവമായിട്ട് ഇറങ്ങി വരും. അത് കാണത്തക്കവണ്ണം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാ ചർച്ചയാണെന്നറിയോ? ആരെ ചർച്ച ചെയ്യുന്നറിയോ? അരമണിക്കൂർ പോലും പ്രാർത്ഥിക്കാത്തവൻ, പ്രാർത്ഥിച്ചാൽ തന്നെ പരീക്ഷന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവൻ, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി ദൈവമഹത്വം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാത്തവൻ, അവൻ അവിടെ നിന്ന് ഫയറിനെ കുറ്റം പറയുക. പിന്നെ ഈ ഫയർ പറയുന്ന ആൾക്കാർ പറഞ്ഞു വേറെ കുറെ ഫയറിലേക്ക് പോയി. അവർക്കും കൊടുക്കണ രണ്ടെണ്ണം. എന്തോ ചെയ്യും? മര്യാദയ്ക്ക് ദൈവാത്മാവിന്റെ തീയെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞെങ്കിൽ ഇവന്മാർ ഇത്രയും കുത്തുകയല്ല. അവന്മാർക്ക് കുത്താൻ ഇട്ടുകൊടുത്തുവാ. പോട്ടെ, എന്റെ വിഷയം അതല്ല. ഞാനൊരു കാര്യം പറഞ്ഞു വന്നതിന്റെ സാരാംശം, നമ്മുടെ മേലിറങ്ങി വരുന്ന തീയല്ല ലോകത്തിന്റെ വെളിച്ചം. ആ തീയാണ് നമ്മളെ വളർത്തുന്നത്. സ്പിരിച്വൽ എൻകൗണ്ടറുകളാണ് നമ്മെ യേശുവിനെ പോലെ ആക്കുന്നത്. ഹലോ, എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? ഹോരേബ് പർവ്വതത്തിന്റെ മുകളിൽ കത്തിയ തീയാണ് മോശയ്ക്ക് അധികാരം കൊടുത്തത്. ആ അധികാരമാണ് ഫറവോന്റെ കെട്ടുപൊട്ടിച്ചത്. തീയല്ല പൊട്ടിച്ചേ, തീക്കകത്ത് ഇറങ്ങി വന്നവൻ അവന് അധികാരം കൈമാറി. കേൾക്കുന്നുണ്ടോ? അല്ലാതെ മലയുടെ മുകളിൽ പുൽപ്പടപ്പിൽ ഇറങ്ങി വന്ന തീയല്ല ഫറവോന്റെ കൊട്ടാരത്തെ കത്തിച്ചവരെ പുറത്തു കൊണ്ടുവന്നത്. അധികാരമാണ് കൊട്ടാരത്തിൽ ചലിച്ചത്. ഒരാമൻ പറയാമെങ്കിൽ പറഞ്ഞു. ഇറങ്ങി വരുന്ന മഹത്വത്തിലും തുറക്കുന്ന അധികാരമുണ്ട്. അപ്പൊ തീ എന്തിനാ? തീ നിയോഗത്തിന് വേണ്ടിയാണ്. തീ എന്തിനാ? അധികാരത്തിന് വേണ്ടിയാണ്. തീ എന്തിനാ? നിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. എൻകൗണ്ടർ എന്തിനാ? പിന്നെ യേശുവിനെ പോലെയാക്കാനാണ്. അപ്പൊ ലോകത്തിന് മുമ്പിൽ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിന് മുമ്പിൽ വെളിച്ചം എന്റെ നല്ല പ്രവൃത്തിയാണ്. എന്റെ പ്രവൃത്തിയാണ് വെളിച്ചം. പ്രശ്നമായി. ഒന്നുകൂടെ വായിച്ചു നിർത്തിക്കോ. 16 വാക്യം ഞാൻ നിർത്തി, സമയമായി. അങ്ങനെ തന്നെ മനുഷ്യർ നല്ല പ്രവൃത്തികളെ കണ്ട്. അപ്പൊ നമ്മുടെ ചിന്ത എന്താ? സുവിശേഷീകരണത്തിൽ നിൽക്കുന്ന നമ്മുടെ ചിന്ത എന്താ? ഞങ്ങൾ പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരണം. ഞങ്ങളെ നോക്കാൻ പാടില്ല. ഞങ്ങളെ നോക്കരുത്. ആരെ നോക്കണം? നിങ്ങളിതൊന്നും മിണ്ടുകയല്ല. ഞങ്ങളെ നോക്കരുത്. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഞങ്ങൾ പറയുന്നത് കേൾക്കണം. അവർ കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കാണാനുണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കും. കാണാനില്ലാത്തത് കേൾക്കാൻ മനസ്സില്ല. ആദ്യം കാണിക്ക്. കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് കാണിക്ക്. വിശ്വാസത്താൽ ജീവിക്കുന്നത് കാണിക്ക്. ഉത്കണ്ഠയില്ലാതെ ജീവിക്കുന്നത് കാണിക്ക്. ആശങ്കയില്ലാതെ ജീവിക്കുന്നത് കാണിക്ക്. കരുണയോടെ, സൗമ്യതയോടെ, ദേശത്തെക്കുറിച്ച് വ്യാകുലതയോടെ, ആത്മാവിൽ ദരിദ്രരായി, സമാധാനം ഉണ്ടാക്കുന്നവരായി, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്നവരായി, ദിവ്യ സ്വഭാവങ്ങളുടെ നടുവിൽ ജീവിക്കുന്നവരായി കാണിക്ക്. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ യേശു വരുത്തിയ മാറ്റം കാണിച്ചാൽ അത് കണ്ട് ഞങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കും. ആ വാക്യം ഒന്നും കൂടെ വായിച്ചോട്ടോ. അങ്ങനെ തന്നെയല്ലേ നോക്കണേ. അല്ല ഇത് കഴിഞ്ഞിട്ട് എന്നെ കുറ്റം പറയരുത് കേട്ടോ. അങ്ങനെ തന്നെ മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ ആരുടെ മുമ്പില്? 2 സ്ഥലം ഞാൻ പറഞ്ഞു. ഒന്ന് പട്ടണത്തിന്റെ മുകളിൽ, മലയുടെ മുകളിൽ. 2 ഭവനത്തിന്റെ അകത്ത്. ഒന്ന് പുറം ലോകത്ത്, 2 അകൽ ലോകത്ത്. അപ്പൊ സത്യത്തിൽ നമ്മിലൂടെ നല്ല പ്രവൃത്തി വെളിപ്പെട്ടാൽ നിങ്ങളുടെ ഭവനത്തിൽ വെളിച്ചം ഉദിക്കുവോ? നിങ്ങളുടെ ഭവനത്തിലുള്ളവർ യേശുവിനെ അറിയുന്നത് നിങ്ങളുടെ പ്രഭാഷണത്തിൽ കൂടെയാണോ നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയാണോ?
ലിൻസി വീട്ടിൽ പോയിട്ട് വരിക. ലിൻസി വീട്ടിൽ പോയിട്ട് വന്നോളൂ. ഇന്ന് ലിൻസിയുടെ ചേച്ചി കന്യാസ്ത്രീയാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ലായിരുന്നു അന്ന്. കല്യാണം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് കാണുന്നത്. അപ്പോൾ അന്ന് ചേച്ചി നാട്ടിൽ നിന്ന് അല്ല ഈ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് വീട്ടിൽ വന്നപ്പം ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലാണ്, ഞങ്ങളെ വീട്ടിൽ കിടത്തുകയില്ല. അപ്പം എന്തായാലും വീട്ടിൽ വന്ന മരുമോനല്ലേ, എന്നെ ഒന്ന് കാണണം, അനുജനല്ലേ. അപ്പം എന്നെ വിളിപ്പിച്ചു. ഞാൻ ചെല്ലുമ്പം കന്യാസ്ത്രീ വേഷമൊക്കെ ഇട്ടിരിക്കുക, ഭയങ്കര സ്റ്റാൻഡേർഡിൽ ഭയങ്കര ഗൗരവത്തിലൊക്കെ സംസാരിച്ചു. ഗൗരവത്തിൽ ഇങ്ങനെ ചില മസിൽ പിടിച്ചൊക്കെ സംസാരിച്ചു. ഞാൻ ഭയങ്കര കൂളായിട്ടിരുന്നു. അതൊക്കെ കഴിഞ്ഞ് സംസാരം തുടങ്ങി. സംസാരം എങ്ങനെയോ 2-3 ദിവസം കൊണ്ട് കൂടി അങ്ങ് കയറി വന്നു. ആൾക്ക് കുറച്ച് ആഴ്ച ഒഴിവുണ്ടായിരുന്നു. എൻ്റെ കൂടെ നാട്ടിൽ വന്നു, തൃശ്ശൂർ വന്നു, പീച്ചിയിൽ വന്നു, നമ്മുടെ അന്നത്തെ പല വീടുകളിൽ വന്നു. എൻ്റെ കൂടെ പ്രവർത്തനത്തിന് വന്നു. ആരാ? കന്യാസ്ത്രീ അച്ഛൻ അല്ല, കന്യാസ്ത്രീ പാസ്റ്ററുടെ പുറകിൽ ബൈക്ക്. അന്ന് കാറുമില്ല. കന്യാസ്ത്രീ വേഷം വിട്ട് ചേച്ചി, പാസ്റ്ററുടെ കുപ്പായി വിട്ട് അനുജൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ലിൻസിനെ വീട്ടിലിരുത്തി ഞങ്ങൾ ഭവന സന്ദർശനത്തിന് പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചേച്ചി എന്ന് പറഞ്ഞു, സജി നിന്നെ ഞാൻ കത്തോലിക്കിലേക്ക് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നീ എത്രയും വേഗം കത്തോലിക്കിലേക്ക് വരണം. അതെന്താ? അപ്പം അന്ന് ഞങ്ങൾക്ക് കോളനികളിൽ ഭയങ്കര പ്രവർത്തനമുണ്ട് കേട്ടോ, കോളനികളൊക്കെ പ്രവർത്തനമുണ്ട്. അപ്പോൾ ചേച്ചി എന്ന് പറയുക, സജി നിൻ്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ വേണം കത്തോലിക്ക സഭയിൽ വരാൻ. ഇപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഞാനൊരു മനുഷ്യനാണ്, ഞാൻ പണ്ട് ഈ ബിയറൊക്കെ അടിച്ചിട്ടുണ്ട്, പണ്ട് സിനിമ കണ്ടു പോയിട്ടുണ്ട്, പണ്ട് ഈ ഗുണ്ടാസം അങ്ങനെയുള്ള അലമ്പിനൊക്കെ പോയിട്ടുണ്ട്, പലിശ പരിപാടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വിട്ടു പോന്നിട്ടുള്ളതുകൊണ്ട് ഒരു പക്ഷേ ഞാനൊരു പിന്മാറ്റത്തിലേക്ക് പോയാൽ ഇതിലൊക്കെ പോകാം, ചിലപ്പോൾ വെള്ളമടിക്കാം. മനുഷ്യൻ അതും പറഞ്ഞു, ഇതൊന്നും കട്ടിതിടരുത് കേട്ടോ അച്ചാച്ചന്മാർ. ഞാൻ അന്ന് ചേച്ചിയോട് പറഞ്ഞ കാര്യം പറയാം. അപ്പോൾ ഒരു മനുഷ്യൻ പിന്മാറിപ്പോകുമ്പോൾ ഇതിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു, എത്രത്തോളം പിന്മാറിപ്പോയാലും കത്തോലിക്കയിലേക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. ചേച്ചി ഇവിടെ അത്ര ദോഷമാണോ ഞങ്ങൾ ചോദിച്ചു. ചേച്ചി അത്ര ദോഷമായിട്ടല്ല, നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ തെറ്റാമെന്ന് എനിക്കറിയാം, പമ്പര മണ്ടത്തരമാണ് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ചേച്ചി പറഞ്ഞു, സജി എടാ എന്നാ എനിക്കതൊന്ന് കേൾക്കണോടാ, നീ പറയൂ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു. ഞാൻ പറയാല, ഞാൻ ഇച്ചിരി ഡിമാൻഡ് ഇട്ടു, ഞാൻ പറയാല. അതെന്താണ് നീ പറയാത്ത? നീ പറയൂല വരൂല. ഞാൻ പറയാല. അപ്പോൾ എനിക്ക് പറയാൻ തുടങ്ങിയ കുറച്ച് അധിക സമയം വേണം, അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഞാൻ ചേച്ചി അത് പറയാൻ തുടങ്ങിയ ഒരു 1.5-2 മണിക്കൂർ സമയം എടുക്കും, നിനക്ക് എത്ര സമയം വേണ്ടി തരാം, എനിക്ക് കേൾക്കണം. കണ്ടോ, ഇത് ഞാൻ ആദ്യം പറയാൻ നോക്കിയിരുന്നെങ്കിൽ ചേച്ചി അവനെ റിജക്റ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ കൂടെ നടന്ന് ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ രീതി എന്താണ്, എൻ്റെ വാക്കുകൾ എന്താണ്, എൻ്റെ വിശ്വാസം എന്താണ്, എൻ്റെ പ്രവൃത്തി എന്താണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ആ ചേച്ചിയുടെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ പ്രവൃത്തികൾ അവർക്ക് രസം വരുത്താൻ വേണ്ടി, ഉപ്പ് രസം വരുത്തുന്നത് പോലെ അവരുടെ ഭവനത്തിൽ, അവരുടെ മാതാവിൽ, അവരുടെ പിതാവിൽ, അവരുടെ കുടുംബത്തിൽ അവൻ രസം വരുത്താൻ തുടങ്ങി. പതുക്കെ ദൈവാത്മ പ്രവൃത്തികളിലൂടെ വെളിച്ചമായിട്ട് അവരുടെ മുമ്പിൽ എന്നെ കാണിക്കാൻ തുടങ്ങിയപ്പോൾ അവർ കർത്താവിലേക്ക് തിരിയാൻ തുടങ്ങി. ഞങ്ങൾ ബൈബിളിൽ നിന്ന് റോമാലേഖനത്തിൽ നിന്ന് സംസാരിച്ച ഒരു ദിവസം 3 മണിക്കൂറും, രണ്ടാമത്തെ ദിവസം സംസാരിച്ചത് 3 മണിക്കൂറുമാണ്, 6 മണിക്കൂറാണ് സംസാരിച്ചേ. നിങ്ങൾ ചേച്ചിയോട് പറയരുത്, ചേച്ചി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ഇത് യൂട്യൂബിൽ പോയില്ലേ, ചേച്ചി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനിത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി, ഞാൻ കറക്റ്റ് റോമാലേഖനം അങ്ങ് പഠിപ്പിച്ചു ചേച്ചീനെ. ചേച്ചി പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി പറയുക, സജി ഞാൻ നേഴ്സായി. അപ്പം ചേച്ചി നേഴ്സുമാണ്, കന്യാസ്ത്രീയാണ്. അപ്പോൾ കന്യാസ്ത്രീ ആയപ്പോൾ ഇവർ നേഴ്സിങ്ങിന് വിട്ടതാണ്. അപ്പം ചേച്ചി പറയുക, കന്യാസ്ത്രീ ആയിട്ട് നേഴ്സായിട്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് പെൺപിള്ളേരെല്ലാം ഈ കൈനോട്ടക്കാരൻ വന്നപ്പോൾ കൈ കൊണ്ട് ചെന്നു, എല്ലാവരും കൈ കൊണ്ട് ചെല്ലുക, കല്യാണം മടക്കുക, എപ്പോഴും മടക്കുക, ആരെ കെട്ടുക, ആദ്യത്തെ കൊച്ചേതാ, ഇതൊക്കെയാണ് പ്രകാരം കൈനോട്ടക്കാരൻ്റെ മുമ്പിൽ പോയിട്ട് അറിയുന്നത്. അപ്പോൾ ചേച്ചിക്ക് ഇതൊന്നും അറിയാനില്ലല്ലോ, കല്യാണം മടക്കുക എപ്പോഴാണെന്ന് അറിയേണ്ട കാര്യമില്ല, കന്യാസ്ത്രീക്ക് എന്ത് കൈനോട്ടം ഒന്നുമില്ല, കർത്താവ് മണവാട്ടിയായിട്ട് ജീവിക്കല്ലേ. അപ്പോൾ ഇവരിങ്ങനെ മാറി നിൽക്കുന്നത് കണ്ടപ്പം ഈ കൂട്ടുകാരിലെല്ലാം കൂടെ ചേച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു. അപ്പോൾ ചേച്ചിയോട് എന്താ പറയുന്നത്, കറക്റ്റ് പറയുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ഈ കൈനോട്ടക്കാരൻ പറഞ്ഞ് വിശ്വസിക്കാം. ചേച്ചിയുടെ കൈ കൊണ്ട് ചെന്നപ്പോൾ കൈനോട്ടക്കാരൻ പറഞ്ഞു, മോളെ നിന്റെ കല്യാണം പെട്ടെന്ന് നടക്കുകയല്ല, നീ വയസ്സായിട്ടേ കല്യാണം കഴിക്കുള്ളൂ. കന്യാസ്ത്രീയോട് പറയാട്ടോ, വയസ്സായിട്ടേ കല്യാണം കഴിക്കും. ഇതിന്റെ റെക്കോർഡ് ചോദിക്കരുത് കേട്ടോ, ചേച്ചി എങ്ങാനും കേട്ടാ പെട്ടുപോയി. എവിടെ പറയുകയാണ്, നീ വയസ്സായിട്ടാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ നിനക്ക് 2 മക്കളുണ്ടാകും, 2 ആൺമക്കളുണ്ടാകും. കൈനോട്ടക്കാരൻ പറഞ്ഞാണ്, ദൈവാത്മ പറഞ്ഞൊന്നുമല്ല. പക്ഷേ ഇത് എപ്പോഴാ പറഞ്ഞെന്നറിയാവോ, ഇത് പറഞ്ഞത് ഞാൻ ഈ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോഴാ. ഞാൻ എന്താണ് സുവിശേഷം, എന്താണ് ക്രിസ്തീയ ജീവിതം, ആരാണ് മണവാട്ടി, ക്രിസ്തുവിന്റെ മണവാട്ടി ആരാ, നിങ്ങളാണോ സഭയാണോ, കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനം പറഞ്ഞു കഴിഞ്ഞപ്പം ചേച്ചി പറഞ്ഞു,
അപ്പം അത് ഓർക്കണമെങ്കിൽ ഈ കാര്യം അകത്ത് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ. തെറ്റിദ്ധരിക്കരുത് കേട്ടോ, തെറ്റായിട്ട് അതിനെ വ്യാഖ്യാനിക്കരുത്. എന്താ പറയുക, ഞാൻ ഒരാളെ അവഹേളിക്കാനല്ല ഈ പറയുന്നത്, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിച്ചമായിട്ട് വെളിപ്പെട്ടു വരും. വാക്കുകൾ കൂടാതെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് സ്വാധീനിക്കാൻ പറ്റും. 1 മിനിറ്റ് നന്ദി പറയാമെങ്കിൽ പറഞ്ഞു കർത്താവിന്. നമുക്കൊന്ന് രാത്രി പ്രാർത്ഥിക്കാം കർത്താവിന്. കർത്താവേ, ഞങ്ങളുടെ നല്ല പ്രവർത്തികൾ, ആ പ്രവർത്തികൾ ഏതാ? ആദ്യത്തെ 9 വാക്യങ്ങൾ കിടക്കുന്നുണ്ട്. അത് കേൾക്കാത്തവർ ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളെ തൊട്ടു മുമ്പുള്ള കിങ്ഡം കോച്ച് ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആദ്യത്തെ 6 ക്ലാസ്സുകൾ കേൾക്കുവാൻ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വഭാവത്തെ ദൈവാത്മ മാറ്റട്ടെ. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവരായി, ഈ ലോകത്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് ഭാരമുള്ളവരായി, സൗമ്യതയുള്ളവരായി, നീതിക്ക് വിഷമബാഹിക്കുന്നവരായി, കരുണയുള്ളവരായി, ശുദ്ധ ഹൃദയമുള്ളവരായി, നോക്കൂ, സമാധാനം ഉണ്ടാക്കുന്നവരായി, എല്ലാ കളവും എല്ലാ പീഡകളും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവരായി, കർത്താവിന്റെ നാമനിമിത്തം സഹിക്കുന്നവരായി നിൽക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. എത്ര പേര് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും, ഇന്ന് രാത്രി പ്രാർത്ഥിക്കും, കർത്താവേ, അങ്ങനത്തെ ഒരു സ്വഭാവത്തിന്റെ ഉടമയായിട്ട് എന്നെ മാറ്റണമേ. നിങ്ങളുടെ മേൽ ആർജിക്കപ്പെടുന്ന സ്വഭാവം നിങ്ങളെ മാത്രമല്ല മാറ്റുന്നത്, സമൂഹത്തെ മാറ്റുന്നതാണ്. ഹല്ലേലൂയ. ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, എല്ലാ കണ്ണും അടച്ച് ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ഇന്ന് രാത്രി നിങ്ങളെ രൂപപ്പെടുത്തും. ഒറ്റ വാക്ക് ഞാൻ ഉറപ്പോടെ പറയുന്നു, ഇന്നത്തോടെ നിങ്ങളുടെ ആശങ്കകൾക്ക് കുത്തിടണം, ഇന്നത്തോടെ നിങ്ങളുടെ വ്യാകുലതയ്ക്ക് കുത്തിടണം, ഇന്നത്തോടെ എനിക്ക് ആരുമില്ലെന്ന് പറയുന്നതിൻ്റെ ചിന്താഗതിക്ക് കുത്തിടണം. ഇന്നത്തോടെ നിങ്ങളുടെ വ്യാകുലതകൾ, നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളുടെ ഉത്കണ്ഠകൾ, നിങ്ങളുടെ ആശങ്കകൾ, ഇത് നിങ്ങൾ ഇന്ന് പുറത്തു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ ജനമായിട്ട് പണിയപ്പെട്ടിട്ടില്ല. എല്ലാറ്റിനും നടുവിലും എത്രത്തോളം ഉപദ്രവം അനുഭവിക്കുമ്പോഴും, എത്രത്തോളം നിങ്ങൾ തകർക്കപ്പെടുമ്പോഴും, സകല തിന്മയും നിങ്ങളെക്കുറിച്ച് കളവായി പറയുമ്പോഴും സന്തോഷിച്ച് തുള്ളുന്ന ഒരു ആത്മതലം നിങ്ങളുടെ അകത്ത് തുറക്കാൻ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കേ. അത് നിങ്ങളുടെ അകത്ത് തുറന്നു വരുമ്പോൾ നിങ്ങളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണാൻ തുടങ്ങും. നിങ്ങളെ കാണുന്നവർ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിലേക്ക് തിരിയാൻ തുടങ്ങും. സഭയെക്കുറിച്ച് വെളിപ്പാടുകാരൻ പറയുന്നത്, സഭ ദൈവത്തിന്റെ വിളക്കാണ്. 7 നക്ഷത്രങ്ങളുടെ മടുവിൽ, നിലവിളക്കുടെ മടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ടാണ് അവൻ നിൽക്കുന്നത്. സഭ നിലവിളക്കാണ്, ഒരു വ്യക്തിയല്ല. നാം ഒരുമിച്ചാണ്. 1 മിനിറ്റ് അന്യഭാഷ പ്രാർത്ഥിക്കും. 1 മിനിറ്റ് വരെ അന്യഭാഷ പ്രാർത്ഥിക്കാമോ? ലാം ഷാദുനപന റക്തുനാഥനാഥന. 1 മിനിറ്റ് പ്രാർത്ഥിച്ചു. റാം തൽക്കടകപന. എനിക്കറിയാം സമയം 1-2 മിനിറ്റ് മുമ്പോട്ട് കടന്നു പോകുന്നു. പക്ഷേ ഈ സന്ദേശം തീരുന്നേക്ക് മുമ്പ് ഇന്ന് രാത്രി ഒന്നും മനസ്സിലായാലും ഇങ്ങനെ പറ, കർത്താവേ, എന്നെ ഉപ്പാക്കണമേ, എന്നെ വെളിച്ചമാക്കണമേ, എന്നെ ലോകത്തിന്റെ വെളിച്ചമാക്കണം. വേണ്ട, എന്നെ എന്റെ കുടുംബത്തിന്റെ വെളിച്ചമാക്കണമേ, എന്നെ എന്റെ കുടുംബത്തിന്റെ ഉപ്പാക്കണമേ. എങ്ങനെയാണ്? സകലവും സഹിപ്പാനുള്ള കൃപ നൽകണമേ, സൗമ്യത തുറക്കാനുള്ള കൃപ നൽകണമേ. പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന്റെ ഉപ്പാക്കി എന്നെ മാറ്റുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തിന്റെ വെളിച്ചമാക്കി എന്നെ മാറ്റുകയാണ്. അത് കുടുംബത്തിൽ മാത്രമല്ല, അതും എന്റെ സമൂഹത്തിലേക്ക് ഇറങ്ങും, അതും എന്റെ ദേശത്തിലേക്ക് ഇറങ്ങും, അതും എന്റെ രാജ്യത്തിലേക്ക് ഇറങ്ങും. ദൈവം എന്നെ ലോകരാജ്യങ്ങൾക്ക് ഉപ്പായി, ലോകരാജ്യങ്ങൾക്ക് വെളിച്ചമായി അവൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചസ്സുകൾക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രവർത്തികൾ ആഴമായി പരിശുദ്ധാത്മാവിനാൽ രൂപീകരിക്കപ്പെടട്ടെ. ഞങ്ങളുടെ അകത്ത് ആർജിക്കപ്പെടുന്ന ദിവ്യ സ്വഭാവം, അങ്ങയുടെ സ്വഭാവം, അങ്ങ് ഞങ്ങളിൽ എഴുന്നേറ്റ് വരുന്നത്, ആ സ്വഭാവമാണല്ലോ ലോകത്തെ സ്വാധീനിക്കുവാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകുന്നത്. വെറും 3.5 വർഷത്തെ ശുശ്രൂഷ കൊണ്ട് കോടാനുകോടി മനുഷ്യവർഗത്തെ സ്വാധീനിക്കുവാൻ കരുത്തായി മാറിയ അങ്ങയുടെ ദിവ്യ സ്വഭാവം ഞങ്ങളുടെ അകത്ത് തുറക്കണമേ അപ്പ. അങ്ങ് ലോകത്തിൻ്റെ വെളിച്ചമായിരുന്നു, അങ്ങ് ലോകത്തിൻ്റെ ഉപ്പായിരുന്നു. ഞങ്ങളെയും അങ്ങ് അങ്ങനെ ആക്കി വെച്ചിരിക്കുന്നല്ലോ. അത് ഈ ജനത്തിൻ്റെ മേൽ തുറക്കട്ടെ. പല വേദനകൾ, പല ഭാരങ്ങൾ, പല പ്രയാസങ്ങൾ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ഇന്ന് രാത്രി തൊട്ടില്ല, അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ഇന്ന് രാത്രി പറഞ്ഞില്ല. ഞങ്ങൾ ആരാണെന്നുള്ള വെളിപ്പാട് ഞങ്ങൾ മാറട്ടെ കർത്താവേ. അവരകത്തുള്ള വേദനകളെ, ഭാരങ്ങളെല്ലാം വളർച്ചയാൽ ദൈവാത്മാവ് എടുത്തു മാറ്റട്ടെ. ആരെങ്കിലും ശാരീരികമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നെങ്കിൽ, കഠിനമായ മാനസിക പ്രയാസത്താൽ ഭാരപ്പെടുന്നെങ്കിൽ, ഈ വചനം ഇത്ര ശക്തിയോടെ കേട്ടിട്ടും ഒരു പ്രകാശനം ഉണ്ടാകാതിരിക്കുന്നവർ, വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, ഇപ്പോൾ അവരുടെ മേൽ അങ്ങയുടെ കരം തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടവനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസം, കൂട്ടായ്മയും കാവലും
നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് നമ്മൾ ഓരോരുത്തരും ഇന്നും വന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ രാത്രി ജയം നൽകി കർത്താവിനെ ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.